നമസ്കാരം. കോഡിംഗ് ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു. ഞാൻ സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. AWS, Azure, GCP തുടങ്ങിയ വിവിധ പ്ലാറ്റ്ഫോംസിൽ വർക്ക് ചെയ്യാറുണ്ട്. ഒപ്പം തന്നെ AWS കമ്മ്യൂണിറ്റി ബിൽഡർ ആണ്. ഈ ഒരു എപ്പിസോഡിൽ ക്ലൗഡ് കോഡ് യൂസ് ചെയ്തിട്ടുള്ള ഏജൻറ്റിക് AI സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങും അതിൻ്റെ ഒരു റിവ്യൂവും അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ ഒക്കെ കൂടിയുള്ള ഒരു എപ്പിസോഡാണിത്. ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് എപ്പിസോഡ് റീസെൻ്റ്ലി എൻ്റെ കോഡിംഗ് ടോക്സ് വിത്ത് വിഷ്ണു എന്നുള്ള ഇംഗ്ലീഷ് പോഡ്കാസ്റ്റിൽ അവൈലബിൾ ആണ്. സ്പോട്ടിഫൈ, ആമസോൺ മ്യൂസിക് തുടങ്ങിയ പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്. യൂട്യൂബിലും അവൈലബിൾ ആണ്. ഇതതിൻ്റെ ഒരു മലയാളം പോഡ്കാസ്റ്റാണ്. ഇന്നത്തെ സമയത്ത് ഒരുപാട് ഡെവലപ്പേഴ്സ് ഏജൻറ്റിക് AI ടൂൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. വിവിധ ടൂൾസ് അവൈലബിൾ ആയിട്ടുണ്ട്. ആമസോൺ AWS കിരോ, അതൊരു ഏജൻറ്റിക് AI ടൂളാണ്. അതുപോലെ തന്നെ കോഡെക്സ്, ChatGPT എന്നുള്ള ടൂളാണ് കോഡെക്സ്. പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ കോപൈലറ്റ്, ജിറ്റബ് കോപൈലറ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ആന്ത്രോപ്പിക്കിൻ്റെ ഏജൻറ്റിക് AI ടൂളാണ് ക്ലൗഡ് കോഡ്. ഇത് റീസെൻ്റ്ലി ഒരുപാട് പോപ്പുലറായ ഒരു ഏജൻറ്റിക് AI പ്ലാറ്റ്ഫോമാണ്. ഞാൻ കുറച്ച് നാളായിട്ട് ക്ലൗഡ് കോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇടയ്ക്ക് കോപൈലറ്റിലും വർക്ക് ചെയ്യാറുണ്ട്. കോപൈലറ്റിലാണ് ആദ്യം ഏജൻറ്റിക് AI ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 2-3 വർഷം മുമ്പ് ജനറേറ്റീവ് AI പോപ്പുലർ ആയിരുന്ന സമയത്ത് ജനറേറ്റീവ് AI ടൂൾ, അത് ChatGPTയോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് കോപൈലറ്റോ അങ്ങനെയുള്ള ടൂൾസ് വഴിയൊക്കെ ആയിരുന്നു കൂടുതലായിട്ടും ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ഏജൻറ്റിക് AIയുടെ ഒരു പോപ്പുലാരിറ്റി വന്നു കഴിഞ്ഞപ്പോൾ പ്രോംപ്റ്റ് വഴി ഡെവലപ്മെൻറ്റ് ഈ ഏജൻറ്റിക് AI ടൂൾസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫേവറേറ്റ് എഡിറ്റർ, അത് VS കോഡോ അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ പ്രൊഫഷണൽ അങ്ങനെ തുടങ്ങിയ ഒരു എഡിറ്ററിൽ അതിൻ്റെ ഒരു പ്ലഗിൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതാത് ടൂൾസ് യൂസ് ചെയ്യും. സോ മൈക്രോസോഫ്റ്റിൻ്റെ ആയതുകൊണ്ട് കോപൈലറ്റൊക്കെ ഇതിൽ തന്നെ VS കോഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വിഷ്വൽ സ്റ്റുഡിയോയിൽ തന്നെ അതിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ ഉണ്ടാവും. കോപൈലറ്റിൻ്റെ ഇൻ്റഗ്രേഷൻ മറ്റ് ടൂൾസിലും അവൈലബിൾ ആയിട്ടുണ്ട്. സോ എഡിറ്ററിൽ ഇത് യൂസ് ചെയ്യുമ്പം ഇതിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ വരുമ്പോഴുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ടൂൾസിലേക്ക് നമ്മുടെ ഒരു കോഡിങ്ങിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പറഞ്ഞ AI ടൂൾസിന് നമ്മുടെ ഒരു ഇൻറ്റൻഷൻ മനസ്സിലാവുകയും അതിനനുസരിച്ച് ഔട്ട്പുട്ട് തരികയും ചെയ്യുന്നത്. ജനറേറ്റീവ് AIയുടെ ഒരു പോപ്പുലാരിറ്റി തുടങ്ങിയ സമയത്ത് കൂടുതലായിട്ടും ഓട്ടോ സജഷൻ അല്ലെങ്കിൽ കോഡ് കംപ്ലീഷൻ എന്നുള്ള ഒരു രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് എങ്കിൽ ഇന്ന് ഈ ഏജൻറ്റിക് AI ടൂൾസ് നമ്മുടെ ഒരു പ്രോംപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ആക്ഷൻ അതിന് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഏജൻറ്റിക് AI ടൂൾസിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലൽ ആയിട്ട് അതിന് മൾട്ടിപ്പിൾ ടൂൾസ് മുഖാന്തരം നമുക്ക് വേണ്ടുന്ന ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു ആക്ഷൻ അതിന് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റും. അത് കോഡ് ഡെവലപ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇനി ടെസ്റ്റ് കേസസോ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി അതല്ല ഒരു ബഗ് ഫിക്സ് ആണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ബഗ് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇനി ഇതൊന്നുമല്ല, ഒരു ഡോക്യുമെൻ്റാണ്, ഒരു കോഡിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡോക്യുമെൻ്റാണ് തയ്യാറാക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും.
അങ്ങനെ എന്ത് സോഫ്റ്റ്വെയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്താവശ്യം എന്ത് തന്നെ ആയാലും ഈ ഒരു ടൂൾസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ ചില ലെഗസി കോഡ്, അതായത് ഓൾഡ് കോഡ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടൂൾസിനോട് ചോദിക്കുകയും നമുക്ക് നാച്ചുറൽ ലാംഗ്വേജിൽ നമുക്ക് മറ്റൊരാളോട് സംസാരിക്കുന്ന പോലെ തന്നെ ഇതിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ഒപ്പം തന്നെ അതിനനുസരിച്ച് നമ്മുടെ ഇൻറ്റൻറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനോട് ചോദിക്കുന്നത് ഒരു പ്രോംപ്റ്റ് എന്നാണ് പറയുന്നത്. ആ പ്രോംപ്റ്റിനെ ബേസ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള നമ്മുടെ ഇൻറ്റൻഷൻ മനസ്സിലാക്കിയിട്ട് ആ ഇൻറ്റൻഷന് വേണ്ടുന്ന ഒരു ആക്ഷൻസ്, ചിലപ്പോൾ അത് ഒരു ആക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ മൾട്ടിപ്പിൾ ആക്ഷൻസ് ആവാം. ഇത് പാരലലായിട്ട് വർക്ക് ചെയ്ത് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് തരും. ഈ ഒരു ടൂൾസിൻ്റെ വേറെ ഒരു പ്രത്യേകത, ഇവയ്ക്കെല്ലാം ഒരു ലൂപ്പ്, ഫീഡ്ബാക്ക് ആൻഡ് ലൂപ്പ് ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ് മെക്കാനിസം കൂടി ഇൻബിൽട്ടായിട്ടുണ്ടാവും. സോ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോംപ്റ്റ്, അത് ഒരുപക്ഷെ ആദ്യം ഇത് ഒരു ഏജൻറ്റിക്ക് ഒരു ടൂൾ യൂസ് ചെയ്ത് ഇത് ചിലപ്പോൾ ഒരു കോഡ് ഡെവലപ്മെൻ്റ് ആയിരിക്കും. കോഡ് ഡെവലപ്മെൻറ്റ് ഇത് ചെയ്യും. നമ്മൾ കൊടുക്കുന്നത് ഒരു പ്രത്യേക ഫീച്ചർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോംപ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഒരു ടൂള് ഉപയോഗിച്ച് അത് ക്രിയേറ്റ് ചെയ്യും. ടൂൾ മീൻസ് ഇൻറ്റേർണൽ ഒരു ടൂള്, CLI ടൂൾ എന്ന് പറയും. ഈ ടൂള് വെച്ചിട്ട് ഇത് ചിലപ്പോൾ അത് എഡിറ്റ് ടൂളായിരിക്കും, ചിലപ്പോൾ ജിറ്റപ്പിൽ നിന്ന് അല്ലെങ്കിൽ സോഴ്സ് കോഡ് റിപ്പോസിറ്ററീസിൽ നിന്ന് കോഡ് പുള്ളി ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ അത് പുഷ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൂൾസ് ഈ പറഞ്ഞ ഏജൻറ്റ് കെയ്ക്ക് അവൈലബിൾ ആണ്. സോ ഇത് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോംപ്റ്റിനെ ബേസ് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു ടൂൾ വെച്ചിട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത് തരും. ഇങ്ങനെ തരുന്ന ആ ഒരു ഔട്ട്പുട്ട് ഇൻറ്റേർണലി ഇതിനൊരു ഫീഡ്ബാക്ക് മെക്കാനിസം ഉള്ളതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുത്തതുപോലെ നമുക്ക് എന്താണോ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെയാണോ ഇത് ചെയ്ത് തരുന്നതെന്നുള്ളത് ഒന്നുകൂടെ അത് ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് തരുന്നത്. സോ അങ്ങനെ ഈ ഒരു ഏജൻറ്റ് കെയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഏജൻറ്റ്സ് ഉണ്ടാവും, പിന്നെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് മെക്കാനിസം ആൻഡ് ഇമ്പ്രൂവ്മെൻ്റ് കൂടി കാണും. ഇതാണ് ജനറേറ്റീവ് AI ഏജൻറ്റ് കെ വെച്ചിട്ടുള്ള പ്രധാന ഒരു വ്യത്യാസം. ജനറേറ്റീവ് AI ജസ്റ്റ് ഒരു എക്സിസ്റ്റിംഗ് കണ്ടൻറ്റിൽ നിന്ന് പുതിയൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യും എന്നുണ്ടെങ്കിൽ, ഏജൻറ്റ് കെയിൽ മൾട്ടിപ്പിൾസ് ഏജൻറ്റ്സ് വെച്ചിട്ട് യൂസർ ഇൻറ്റൻറ്റ് അനുസരിച്ച് ആക്ഷൻസ് കൂടി ചെയ്യാൻ പറ്റും. ആക്ഷൻസ് വിത്ത് ഇമ്പ്രൂവ്മെൻ്റ് കൂടി ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഉള്ള ഏജൻറ്റ് കെ ആണ് ഇപ്പോൾ കൂടുതലായിട്ട് പോപ്പുലറായിട്ടുള്ളത്. സോ അത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ വരാൻ നേരത്ത് ഈ പറഞ്ഞ കോപ്പൈലറ്റ്, ക്ലൗഡ് കോഡ് തുടങ്ങിയ ടൂൾസ് മുഖാന്തരം അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. കോഡ് ജനറേഷൻ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഒപ്പം തന്നെ യൂണിറ്റ് ടെസ്റ്റ് എഴുതാം, അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഒരു ഡോക്യുമെൻറ്റേഷൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ടെസ്റ്റിംഗ് ടീമിന് വേണ്ടിയുള്ള ടെസ്റ്റ് കേസസ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഒരു ആർക്കിടെക്ചർ ഡയഗ്രാം ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു ഫിഗ്മ എന്ന് പറയുന്നത് UIക്ക് വേണ്ടിയുള്ള ഒരു ടൂളാണ്. സോ ഒരു യൂസർ ഇൻ്റർഫേസ് ഫിഗ്മയിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിഗ്മ ഈ പറഞ്ഞ ടൂൾസിന് ഇൻപുട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഫ്രണ്ട് എൻഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ റിയാക്ട്, ആംഗുലർ പോലെയുള്ള ലാംഗ്വേജിൽ വേണമെങ്കിൽ എഴുതി തരാനോ അതിന് പറ്റും. ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ മതിയാവും. അതായത് ഇംഗ്ലീഷിലായിരിക്കും കൊടുക്കേണ്ടത്. ഇന്ന ഫിഗ്മയുടെ പ്രോംപ്റ്റിനെ ബേസ് ചെയ്തിട്ട്, ഫിഗ്മയുടെ ഡിസൈനിനെ ബേസ് ചെയ്തിട്ട് ഒരു യൂസർ ഇൻ്റർഫേസ് റിയാക്റ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്ത് തരും. ഇനി അതിന് ഫില്ല് ചെയ്യേണ്ടുന്ന ഡേറ്റ, യൂസർ ഇൻ്റർഫേസിന് വേണ്ടുന്ന ഡേറ്റ ഒരു ബാക്കെൻഡ് അതിനാവശ്യമുണ്ട്. ആ ബാക്കെൻഡും ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഏജൻറ്റ് KI ടൂള്. അതിൽ ക്ലൗഡ് കോഡാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ലെന്ത് ചിലപ്പോൾ ഒരല്പം കൂടാം. സോ കുറച്ച് കേട്ടിട്ട് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് പിന്നീട് കേൾക്കുന്ന രീതിയിലും മതിയാവും. ഒരു സിംഗിൾ സ്ട്രെച്ചായിട്ടാണത് ചെയ്യുന്നത്. പിന്നെ
കൂടുതലും കുറച്ചുകൂടി വ്യക്തമായിട്ട് കേൾക്കാനായിട്ട് ഇയർഫോൺ യൂസ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും. വേറെ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കേട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. സോ ഈ ഒരു എപ്പിസോഡ് കേട്ട് കഴിയുമ്പോൾ ക്ലൗഡ് കോഡ് യൂസ് ചെയ്ത് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുള്ള് ഒരു അവയർനെസ് ഇത് കേൾക്കുന്നവർക്കുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് ഏകദേശം ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഉള്ളവർക്കും ഇത് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഈവൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഏജൻറ്റ് KI ടൂൾസ് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഈ പറഞ്ഞ ക്ലൗഡ് കോഡ് റിലേറ്റ് ചെയ്യാനും ഉറപ്പായിട്ട് പറ്റുന്നതായിരിക്കും. സോ ക്ലൗഡ് കോഡ് എന്ന് പറയുന്നത് ആന്ത്രോപിക് എന്നുള്ള ഒരു കമ്പനിയുടെ അവരുടെ ഒരു പ്രൊഡക്റ്റാണ്. റീസെൻ്റ്ലി ആണിത് വളരെയധികം പോപ്പുലറായത്. ഇത് ആന്ത്രോപിക് ഏകദേശം ഒരു 2-3 വർഷം മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇത് അത്ര ഒരു പോപ്പുലാരിറ്റി ഇല്ലായിരുന്നുകൊണ്ട് എനിക്കത് വലിയൊരു ഇതായിട്ട് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഒരു ഇൻ്റർഫേസ് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ റീസെൻ്റ്ലി എസ്പെഷ്യലി ഒരു 1.5 വർഷത്തിനകത്ത് ഇവർ കുറച്ചുകൂടി പോപ്പുലർ ആവാൻ തുടങ്ങി. റീസെൻ്റ്ലി ഇപ്പം കാണുന്ന ഒരു രീതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഓർഗനൈസേഷൻസിലും ഇവരുടെ ഒരു ട്രയൽ വെർഷൻ ഒരു ഓഫർ പോലെ അവർ ഇങ്ങനെ കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പം കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അവരുടെ ഒരു സർട്ടിഫിക്കേഷൻസും ഇവരുടെ വെബ്സൈറ്റിൽ അവൈലബിളാണ്. 4 സർട്ടിഫിക്കേഷൻസ് അവൈലബിളാണ്. ഒന്ന് അസോസിയേറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ബേസിക് സർട്ടിഫിക്കറ്റ്. ഇത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നവർക്കും അതല്ല ഡെവലപ്മെൻ്റ് അല്ലാതെ സോഫ്റ്റ്വെയർ ഫീൽഡിൽ നിൽക്കുന്ന മറ്റ് ആൾക്കാർ, ഇപ്പം ബിസിനസ് അനലിസ്റ്റോ അല്ലെങ്കിൽ മറ്റ് ഇതുമായിട്ട് ക്ലൗഡ് കോഡിനെ കുറിച്ച് കുറച്ചറിയണമെന്ന് താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു സർട്ടിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. ഇത് പഠിക്കുന്നത് ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിളാണ്. സർട്ടിഫിക്കേഷൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, അതുവഴി അവൈലബിളാണ്. സോ അത് വെച്ചിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒരു ടെസ്റ്റ് സർട്ടിഫിക്കേഷൻ എഴുതുന്നത് വേറെ ഒരു സെൻറ്ററിൽ ബുക്ക് ചെയ്തിട്ടായിരിക്കും. അതിനൊരു ഫിക്സഡ് ചാർജും ഉണ്ടാവും. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ $99 സംതിങ് ആണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു എക്സാം ഫീ വരുന്നത്. സോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണമെങ്കിൽ അത് കോഴ്സ് ചെയ്യാം. കോഴ്സ് ഫ്രീ ആണ്. പിന്നെ സർട്ടിഫിക്കേഷൻ എടുക്കാം. സർട്ടിഫിക്കേഷൻ 3 years വാലിഡിറ്റിയാണ് വരുന്നത്. പിന്നെ ഈ ക്ലൗഡ് കോഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ API ക്ലൗഡ് കോഡിന് ഒരുപാട് APIs ഉണ്ട്. അതിൻ്റെ ഇൻ്റഗ്രേഷൻസും മറ്റ് കാര്യങ്ങളുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് ക്ലൗഡ് കോഡ് അസോസിയേറ്റ് ഡെവലപ്പർ എന്ന് പറയും. ഇതെല്ലാം ഫൗണ്ടേഷൻ സർട്ടിഫിക്കറ്റാണ്. പിന്നെ ഒരു ക്ലൗഡ് കോഡ് അസോസിയേറ്റ് ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഈ സർട്ടിഫിക്കേഷൻ വന്നിട്ട് കൂടുതലായിട്ടും ക്ലൗഡ് കോഡ് യൂസ് ചെയ്തിട്ട് ഉള്ള ഏജൻറ്റ് KI ഇംപ്ലിമെൻറ്റേഷൻസ് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ്. പിന്നെ അതിൻ്റെ ക്ലൗഡ് കോഡ് ആർക്കിടെക്റ്റ് അസോസിയേറ്റിൻ്റെ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷനും അവൈലബിളാണ്. സോ താല്പര്യം അനുസരിച്ച് ഒന്നുകിൽ കോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ കോഴ്സ് ചെയ്തിട്ട് സർട്ടിഫിക്കേഷൻ എടുക്കുക. സോ ഇതൊക്കെ ചെയ്തില്ലെങ്കിലും ഇതിൻ്റെ ഒരു അവയർനെസ് ഉണ്ടായിരുന്നാൽ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഒരുമാതിരിപ്പെട്ട ഒരു പ്രോംപ്റ്റിങ് അറിയാവുന്നവർക്കും സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഏകദേശം കുറച്ച് ഒരു ഐഡിയ ഉള്ളവർക്കും ഈ പറഞ്ഞ ക്ലൗഡ് കോഡ് യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കോപ്പൈലറ്റ്, കോഡെക്സ് അങ്ങനെ തുടങ്ങിയ ടൂൾസൊക്കെയാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഈ ക്ലൗഡ് കോഡിലേക്ക് വന്നപ്പോൾ എങ്ങനെ ഇത് അഡാപ്റ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു തിങ്കിങ് എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി യൂസ്ഡ് ആയിട്ടുള്ള ഇൻ്റർഫേസാണ് കോപ്പൈലറ്റ് അല്ലെങ്കിൽ ജെമിനായി. അതുപോലെയുള്ള ടൂൾസൊക്കെ ഓൾറെഡി ഫെമിലിയർ ആയതുകൊണ്ട് ഇത് എങ്ങനെ ഇതിലേക്ക് വരാൻ പറ്റുമെന്നുള്ള ഒരു ഇനിഷ്യൽ തിങ്കിങ്
ഏകദേശം ഒരു വർഷം മുമ്പ് ഇതിലേക്ക് വന്ന സമയത്ത് ഇങ്ങനെ മൈൻഡിലുണ്ടായിരുന്നു. ബട്ട് ഈ പറഞ്ഞ ഒരു വർഷമല്ല, ഒരു 6-7 മാസത്തിന് മുമ്പ്. ആ സമയത്ത് ആക്ച്വലി ഇത് വൺസ് നമ്മുടെ എഡിറ്ററിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എഡിറ്റർ മീൻസ് VS കോഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കോപ്പൈലറ്റൊക്കെ യൂസ് ചെയ്യുന്ന അതേ ഒരു രീതി തന്നെയാണ് ഈ ക്ലൗഡ് കോഡിനും വരുന്നത്. വ്യത്യാസമൊന്നുമില്ല. ബേസിക്കലി പ്രോംപ്റ്റിംഗ് കൊടുക്കുന്നു, അതിൻ്റെ ഒരു ഔട്ട്പുട്ട് അത് തരുന്നു. പക്ഷേ കുറച്ചുകൂടി ഒരു സ്മൂത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ പറഞ്ഞ ക്ലൗഡ് കോഡ് യൂസ് ചെയ്ത സമയത്ത്. എസ്പെഷ്യലി ഈ .NET പ്ലാറ്റ്ഫോമായിട്ട് ഇത് എത്രത്തോളം സിങ്കായി വരും എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയൊരു കൺസേൺ ഫസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ കോപ്പൈലറ്റിൽ ചില സമയത്ത് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ അത് ഇൻറ്റേർണലി കുറച്ച് എററായിട്ട് അത് തന്നെ കറക്റ്റ് ചെയ്യും. അങ്ങനെ ആ ഒരു രീതിയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ക്ലൗഡ് കോഡ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് വളരെ സ്മൂത്തായിട്ടാണ് ഫീൽ ചെയ്തത്. അത് ഫ്രണ്ട് എൻഡ് റിയാക്റ്റും അല്ലെങ്കിൽ ക്ലൗഡ് AWS, അഷ്യൂർ തുടങ്ങിയ ക്ലൗഡ് പ്ലാറ്റ്ഫോംസിൻ്റെ കോഡായാലും ജാവാസ്ക്രിപ്റ്റ് ആയാലും പിന്നെ ഡേറ്റാബേസ് റിലേറ്റഡ് ആയാലും എന്ത് തന്നെ ആയാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇൻ്റലിജൻസ് ഇവരുടെ ഈ പറഞ്ഞ ക്ലൗഡ് കോഡിൻ്റെ മോഡൽസിനൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് പറയാൻ നേരത്താണ് വേറൊരു കാര്യം ഓർമ്മ വന്നത്. കാരണം കഴിഞ്ഞ തവണ ഇതിനു മുമ്പ് ഞാൻ ഈ ക്ലൗഡ് കോഡ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് കോപ്പൈലറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ ക്യാച്ചി ആയിട്ടുള്ള ഒരു പവർഫുൾ മോഡലാണ് ഈ സോണറ്റ് എന്ന് പറഞ്ഞ മോഡൽ. അത് ആക്ച്വലി ആന്ത്രോപ്പിക്കിൻ്റെ മോഡലാണ്. സോ ഈ പറഞ്ഞ ക്ലൗഡ് കോഡിലേക്ക് വന്നപ്പം പ്രധാനമായിട്ടും ഈ ഒരു സോണറ്റ് എന്ന് പറഞ്ഞ മോഡലായിരുന്നു പ്രധാനമായിട്ടും ഇതിൽ പോപ്പുലറായിട്ടുണ്ടായിരുന്നത്. ഇതല്ലാതെ ഇതിൻ്റെ ഒരു ബേസ് വെർഷൻ ഹൈക്കു എന്ന് പറയുന്നൊരു മോഡലുണ്ട്. അത് സ്റ്റാർട്ടിംഗ് മോഡലാണ്. ചെറിയ കോഡിങ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അത് യൂസ് ചെയ്യാം. ഹൈക്കു ആക്ച്വലി ഒരു അണ്ടർ റേറ്റഡ് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സോണറ്റ് എന്ന് പറഞ്ഞൊരു മോഡൽ എല്ലാവരും പൊതുവെ അറിയാവുന്ന ഒരു മോഡലാണ്. അത് അത്യാവശ്യം ക്യാപ്പബിളായിട്ടുള്ള മോഡലുമാണ്. അതുകൊണ്ട് എല്ലാവരും സ്ട്രൈറ്റ് അവേ ഈ പറഞ്ഞ സോണറ്റ് എന്ന് പറഞ്ഞൊരു മോഡലായിരിക്കും യൂസ് ചെയ്യുന്നത്. എന്നാൽ അതേസമയം തന്നെ ഈ സോണറ്റിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് ടോക്കണിന് ഉള്ള കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. അതേസമയം ഈ പറഞ്ഞ ഹൈക്കു മോഡൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം കോസ്റ്റ് എഫക്റ്റീവാണ്. മാത്രമല്ല അത് അത്യാവശ്യം ക്യാപ്പബിൾ മോഡലുമാണ്. ഒരേ ഒരു കാര്യം ഈ പറഞ്ഞ ഹൈക്കു മോഡലിന് നമ്മൾ യൂസ് ചെയ്യാൻ നേരത്തെ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് വിൻഡോ വളരെ കുറവാണ്. കോണ്ടെക്സ്റ്റ് വിൻഡോ കുറവാകുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെഷനിൽ നമ്മൾ വീണ്ടും പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പം ആ ഒരു കോണ്ടെക്സ്റ്റ് അങ്ങ് ഫുള്ളാവും. പിന്നെ അത് നമ്മൾ അതിനെ ഒന്നുകിൽ നമ്മളത് ഒരു MD ഫയലായിട്ട് റൈറ്റ് ചെയ്തിട്ട് കോമ്പാക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ആ ഒരു ഫർദർ ആ ഒരു ഇൻട്രാക്ഷൻസിൻ്റെ ഒരു പെർഫോമൻസ് ഒരുപാട് സഫർ ചെയ്യും. അതേസമയം സോണറ്റ് കുറച്ചുകൂടി ലാർജ് കോണ്ടെക്സ്റ്റ് ഉള്ള ഒരു ഇതാണ്. അതിൽ എത്ര വേണോ നമുക്ക് പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഒരു പ്രത്യേകിച്ച് ഫീച്ചർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോംപ്റ്റ് ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കോണ്ടെക്സ്റ്റ് ആഡ് ചെയ്ത് അങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കും കുറച്ച് നേരം. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റ് അത്യാവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ കോണ്ടെക്സ്റ്റ് ഫുള്ളാവാൻ ചാൻസ് ഉണ്ട്. സോ ഹൈക്കുവിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് കുറച്ചുകൂടി എക്സാക്റ്റ് പ്രോംപ്റ്റിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ച് നമ്മൾ തന്നെ ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു കോഡ് ചെയ്യുന്നതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ശരിക്കും മനസ്സിലാക്കിയിട്ട് ആ ഒരു രീതിയിൽ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈക്കു അത്യാവശ്യം ബെറ്ററായിട്ട് പെർഫോം ചെയ്യും. പിന്നെ കോണ്ടെക്സ്റ്റ് ഫുള്ളാകുന്ന കേസ് എപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ ഈ ക്ലൗഡ് കോഡിൽ മെമ്മറി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. മെമ്മറി ഗ്ലോബൽ മെമ്മറി ആയിട്ട് റൈറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു MD ഫയലായിട്ട് റൈറ്റ് ചെയ്തിട്ട് പിന്നെ അത് കോമ്പാക്റ്റ് ചെയ്യണം. കോമ്പാക്റ്റ് മീൻസ് ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റ് നമുക്ക് ഫ്രീ ആക്കാൻ പറ്റും, അത്യാവശ്യം ക്ലിയർ ചെയ്യാൻ പറ്റും. കുറച്ച് ക്ലിയറും കോമ്പാക്റ്റും രണ്ടും ക്ലൗഡ് കോഡിൽ വ്യത്യാസമുണ്ട്. ക്ലിയർ എന്ന് പറയുമ്പോൾ ഫുള്ള് ക്ലിയർ ആവുകയാണ്. കോമ്പാക്റ്റ് എന്ന് പറയുമ്പം
ആവശ്യമില്ലാത്ത കുറച്ച് ഇൻഫർമേഷൻസൊക്കെ ഒഴിവാക്കിയിട്ട് വേണ്ടുന്ന ഇൻഫർമേഷൻസ് മാത്രം കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് അത് വയ്ക്കുന്നത്. എന്നിരുന്നാലും ഈ പറഞ്ഞ കോമ്പാക്റ്റിന് മുന്നേ ആയിട്ട് ഒരു MD ഫയലായിട്ട് റൈറ്റ് ചെയ്തിട്ട് വയ്ക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസൊക്കെ മിസ്സിങ് ആവാൻ ഒരുപാട് ചാൻസ് ഇതിലുണ്ട്. സോ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു വന്നത് ഈ ക്ലൗഡ് കോഡിലേക്ക് വന്ന സമയത്ത് ഇതെങ്ങനെ പെർഫോം ചെയ്യുമെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് അത്യാവശ്യം സ്മൂത്തായിട്ടാണ് പെർഫോം ചെയ്തത്. അതിന് പ്രധാന ഒരു പങ്കെന്ന് പറയുന്നത് ഇതിൻ്റെ മോഡലാണ്. ഈ പറഞ്ഞ ഈ സോണറ്റ് എന്ന് പറഞ്ഞ മോഡലാണ് ഇതിൻ്റെ ഒരു പ്രധാന പവർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഈ ക്ലൗഡ് കോഡിൽ പുതിയതായിട്ട് വരുന്നവർ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് 4 മോഡൽസ് കാണാം. ഇത് ഈ ഒരു പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് 2026 ചിലപ്പോൾ ഒരുപക്ഷെ വേറെ മോഡൽസ് വരാം. ചില മോഡൽസ് ഒബ്സൊലീറ്റ് ആവാം, പുതിയ മോഡൽസ് വരാം. നിങ്ങൾ ഈ പറഞ്ഞ എപ്പിസോഡ് കേൾക്കുന്ന സമയത്ത് വേരിയേഷൻസ് ഉണ്ടാവാം. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള മോഡൽസിൻ്റെ ഡീറ്റെയിൽസ് ആന്ത്രോപ്പിക്കിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സോ 4 പ്രധാന മോഡൽസാണ് പ്രസൻ്റ്ലി ഈ പറഞ്ഞ ക്ലൗഡ് കോഡിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഹൈക്കു ആണ് ബേസ് മോഡൽ. അത്യാവശ്യം കുറച്ച് പവർഫുൾ മോഡലാണ്. കുറച്ച് ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രോംപ്റ്റിങ്ങും ഈ പറഞ്ഞ പോലെ കുറച്ച് കണ്ടക്സ്റ്റ് ഈ കോമ്പാക്റ്റ് ചെയ്യേണ്ട സമയത്ത് റൈറ്റ് ചെയ്ത് മാറ്റി MD ഫയലായിട്ട് റൈറ്റ് ചെയ്ത് അത് നമ്മൾ തന്നെ പ്രോംപ്റ്റ് കൊടുത്താൽ മതി ഒന്ന് റൈറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ മാറ്റിയൊക്കെ യൂസ് ചെയ്താൽ അത്യാവശ്യം കോസ്റ്റ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ പറഞ്ഞ ഹൈക്കു. എന്നാൽ ഇത് വെച്ച് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഇത് ചെറിയ പ്രോബ്ലംസ് ഈ മോഡൽസിന് ഫെയിൽ ചെയ്യാൻ പറ്റും നമുക്ക്. കാരണം ഒന്നാമത് ഇത് ഹൈക്കു അത്യാവശ്യം ഫാസ്റ്റായിട്ടുള്ള മോഡലാണ്. സോ അത് ഒരുപാട് ഈ പറഞ്ഞ പോലെ തിങ്ക് ചെയ്യുന്ന ഒരു മോഡലല്ല. സോ അത് കാരണം ചിലപ്പോൾ ചില സമയത്ത് ഇത് ഹലൂസിനേഷനൊക്കെ ആവാൻ ചിലപ്പോൾ പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിട്ട് യൂസ് ചെയ്താൽ കുഴപ്പമില്ല. ബട്ട് അത്യാവശ്യം പെർഫോമൻസ് ഉള്ള മോഡൽ തന്നെയാണ് അത്. ഇങ്ങനെ ഹൈക്കു ഏതെങ്കിലും രീതിയിൽ അണ്ടർ പെർഫോം ചെയ്യുകയോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ കോഡ് ശരിക്ക് ആ രീതിയിൽ തരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതുവരെയുള്ള ഒരു റിസർച്ച് ചെയ്ത ഇൻഫർമേഷൻസൊക്കെ ഒരു MD ഫയലായിട്ട് റൈറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് മോഡൽ, അതായത് സോണറ്റ് മോഡലിലേക്ക് സ്വിച്ച് ചെയ്താൽ മതി. ഈ സോണറ്റ് എന്ന് പറയുന്ന അത്യാവശ്യം കേപ്പബിളായിട്ടുള്ള മോഡലാണ്. ഇത് വെച്ചിട്ട് സോണറ്റ് വെച്ചിട്ട് ഏകദേശം ഒരുമാതിരിപ്പെട്ട എല്ലാ കോഡിങ്ങും ഫ്രണ്ട് എൻഡ് ആയാലും ബാക്ക് എൻഡ് ആയാലും ഒക്കെ ചെയ്യാൻ പറ്റും. സോണറ്റിൻ്റെ 5 വെർഷനാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. സോണറ്റ് 4.5 ആയിരുന്നു മുമ്പത്തെ വെർഷൻ. ഈ സോണറ്റും കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ ഒരു പവറുള്ള മോഡലാണ് ഓപ്പസ് എന്ന് പറഞ്ഞ മോഡലാണ്. ഓപ്പസ് സാധാരണയായിട്ട് നോർമൽ കോഡിങ്ങിന് അങ്ങനെ അധികം യൂസ് ചെയ്യുന്നത് അത്ര കോസ്റ്റ് എഫക്റ്റീവ് അല്ല. ഇനി ഒരുപക്ഷെ ചില ഓർഗനൈസേഷനിൽ കംപ്ലീറ്റ് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ ക്ലൗഡിൻ്റെ പ്ലാൻസൊക്കെ തരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഓപ്പസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ചെറിയൊരു ഡിലേ എക്സ്ട്രാ ഉണ്ടാവും, ഒരു ചെറിയൊരു ഡിലേ, ബട്ട് അത്യാവശ്യം നല്ല ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടുള്ള ഒരു മോഡലാണ്. പിന്നെ ഇതല്ലാതെ ഇതിൻ്റെ ഒരു ഹയർ വെർഷൻ ഫാബിൾ അങ്ങനെ തുടങ്ങിയ മോഡൽസൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഫാബിൾ പോലെയുള്ള മോഡൽസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടോക്കൺസിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. സോ ഇത്തരം മോഡൽസ്, കൂടിയ മോഡൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മന്ത്ലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടോക്കൺസ് പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടും. പിന്നെ അത് അത്രയ്ക്ക് കോസ്റ്റ് ഇൻകർ ചെയ്തുകൊണ്ടിരിക്കും പെർ യൂസറിന്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. അതുകൊണ്ട് ഈ ലോവർ മോഡലിൽ നിന്ന് തുടങ്ങി ഹയർ മോഡലിലേക്ക് പോകുന്ന ഒരു അപ്രോച്ചാണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത്. അതാണ് ഒരു ബെസ്റ്റ് പ്രാക്ടീസായിട്ടും കാണുന്നത്. എന്നാൽ അതേസമയം അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാൻസ് കൊടുക്കുന്ന ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ്ലി ഈ പറഞ്ഞ പോലെ സോണറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഒരു കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് അത് തരും.
ഓക്കെ, ഇനി ക്ലൗഡ് കോഡിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒരു കോസ്റ്റ് പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു ക്ലൗഡ് കോഡ് മറ്റ് പ്ലാറ്റ്ഫോംസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, മറ്റ് ഏജൻറ്റിക് AI ടൂൾസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മോഡലാണ്. കോസ്റ്റ്ലി ആയിട്ടുള്ള മോഡലെന്നല്ല, അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ടൂളാണ്. കാരണം ഒരു ക്ലൗഡ് കോഡിൻ്റെ ലൈസൻസ് ഒരു ഡെവലപ്പറിന് ഒരു ഓർഗനൈസേഷനിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ലൈസൻസ് കോസ്റ്റ് ഉണ്ട്. ലൈസൻസ് കോസ്റ്റ് പ്ലസ് പിന്നെ ടോക്കൺസിൻ്റെ യൂസേജിൻ്റെ കോസ്റ്റാണ് വരുന്നത്. ഈ ലൈസൻസ് കോസ്റ്റ് വന്നിട്ട് അറൗണ്ട് $20 സംതിങ് എന്തോ ഫിക്സഡ് ഒരു കോസ്റ്റ് പെർ യൂസറിന് കൊടുക്കണം. പിന്നെ അതല്ലാതെ ഈ ക്ലൗഡ് കോഡിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് വിവിധ പ്ലാൻസ് ഉണ്ട്. സോ $20 പ്ലാൻസ് എടുക്കാം. പിന്നെ $100 മാക്സ് എന്ന് പറഞ്ഞ പ്ലാൻ ഉണ്ട്. $100 പ്ലാനാണ്. ഈ $100 പ്ലാനിൽ ഒരു 5 മില്യൺ ടോക്കൺസ് വരെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു $200 പ്ലാന് ഉണ്ട്. അത് അറൗണ്ട് 11 മില്യൺ ടോക്കൺസ് വരെ യൂസ് ചെയ്യാം. പിന്നെ അൺലിമിറ്റഡ് പ്ലാൻസ് ആണ് ചില ഓർഗനൈസേഷൻസ് എടുത്തിരിക്കുന്ന പ്ലാനാണ്. അതായത് ഡെവലപ്പേഴ്സിന് എത്ര വേണോ യൂസ് ചെയ്യാം, ബട്ട് ആ ഒരു യൂസ് ചെയ്ത് വരുന്നത് വരെ അതിൻ്റെ ഡോളർ അങ്ങ് കൂടിക്കൊണ്ടിരിക്കും, അതിൻ്റെ യൂസേജ് കൂടിക്കൊണ്ടിരിക്കും. അത് ഒരു പക്ഷേ 300 പോവാം, ചിലപ്പോൾ ഒരു 400 പോവാം. അപ്പോൾ ഒരു ഓപ്പസ് മോഡലൊക്കെ ഇട്ട് ഒരു അൺലിമിറ്റഡാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ നല്ല യൂസേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഡ് ബേസും മറ്റ് കൊടുക്കുന്ന പ്രോംപ്റ്റും എത്ര റിപ്പോസിറ്ററി ഉണ്ട് അതിനെയൊക്കെ അനുബന്ധിച്ചായിരിക്കും ഇതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത്. പക്ഷേ അത്യാവശ്യം ഈ ഓപ്പസ് മോഡലിട്ട് ഒരു അൺലിമിറ്റഡ് പ്ലാനിലാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഡെവലപ്പറിന് ഫ്രീ ആയിട്ട് അങ്ങ് യൂസ് ചെയ്യാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോന്നാലും ഒരു $400-500 പുറത്ത് ഒരു മന്ത്ലി ചെന്ന് നിൽക്കാം, കെയർഫുള്ളായിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അതേസമയം നേരത്തെ പറഞ്ഞ രീതിയിൽ ഈ പറഞ്ഞ ഹൈക്കു പിന്നെ ഈ പറഞ്ഞ സോണറ്റ് അങ്ങനെയൊക്കെ വല്ലൊരു കൺസിഡറേഷൻ വെച്ചാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു ആവറേജ് ഒരു 200 റേഞ്ചിൽ നന്നായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ 200-250 ആ റേഞ്ചിൽ വന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ 100 മാക്സ് പ്ലാൻ എന്ന് പറയുന്നത് വളരെ ഒരു കൈൻഡ് ഓഫ് ഒരു ഒരു പ്ലാനാണ്. കാരണം അത്യാവശ്യം നല്ല പ്രൊഡക്റ്റീവ് ചെയ്യുന്ന ഒരു ഡെവലപ്പറിനാണെന്നുണ്ടെങ്കിൽ ഈ 100 എന്ന് പറയുന്നത് വളരെ ഒരു ലിമിറ്റായിട്ട് ഫീൽ ചെയ്യും. എസ്പെഷ്യലി ഒരുപാട് റിപ്പോസിറ്ററിയൊക്കെ ഉള്ള പ്രൊജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി മൈക്രോ സർവീസൊക്കെ ഉള്ള പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോഡ് ബേസ് ഉണ്ടാവും. പിന്നെ ഈ മോണോ റിപ്പോ കൈൻഡ് ഓഫ് റിപ്പോസിറ്ററി ഉള്ള പ്രൊജക്ട്സ്, ഈ മോണോ റിപ്പോയുടെ അകത്ത് ഒരുപാട് കമ്പോണൻസ് ഉണ്ടാവും. സോ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് യൂസേജ് വരാൻ ചാൻസ് ഉണ്ട്. ബേസിക്കലി ഈ യൂസേജ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു അപ്രോച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മോഡൽസ് കെയർഫുള്ളായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ കുറച്ച് അപ്രോച്ചസ് കൂടെയുണ്ട്. അത് ഞാൻ അല്പം കൂടി കഴിഞ്ഞ് ഈ പറഞ്ഞ സ്പെക് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി അത് പറയാൻ പറ്റും. സോ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ പോലെ ഈ ക്ലൗഡ് കോഡിൻ്റെ ലൈസൻസ് ആണ്. സോ $20 പ്ലസ് $100 മാക്സ് പ്ലാൻ ഒരു ആവറേജ് ഒരു ഓർഗനൈസേഷനിൽ ഒരു ഡെവലപ്പറിന് കൊടുക്കേണ്ടുന്ന ഈ ഒരു പ്ലാന് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു $100 മാക്സ് പ്ലാൻ്റെ പ്ലസ് പിന്നെ ഒരു $20 സംതിങ് അതിൻ്റെ ലൈസൻസ് കോസ്റ്റ്, ഇതായിരിക്കും ഒരു മന്ത്ലി വരുന്ന ഒരു ചാർജ്. ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. കാരണം ഈ പറഞ്ഞ ക്ലൗഡ് കോഡ് അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. അതേസമയം നിങ്ങൾ ജിറ്റ്ഹബ് കോപ്പൈലറ്റ് നോക്കുകയാണെങ്കിൽ അത് ഒരു $39 പ്ലാനിൽ, 39 എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂസേജ് മാത്രമേ അവർ ചാർജ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഈ പെർ യൂസർ ലൈസൻസ് ചാർജ് ചെയ്യുന്നില്ല. സോ ഈ $39 പ്ലാനിൽ ഏകദേശം $78 വരെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ക്ലൗഡ് കോഡിൻ്റെ ഒരു മാക്സ് പ്ലാനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏകദേശം ഈ പറഞ്ഞ കോപ്പൈലറ്റിൻ്റെ മൈക്രോസോഫ്റ്റ് ജിറ്റബ് കോപ്പൈലറ്റിൻ്റെ ഒരു $39 പ്ലാനിൽ
യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ പറഞ്ഞ സോണറ്റ് പോലെയുള്ള മോഡൽസ് അവിടെ അവൈലബിൾ ആയിട്ട് ഈ കോപ്പൈലറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ക്ലൗഡ് കോഡിൽ നോക്കിക്കഴിഞ്ഞാൽ 2 പ്രധാന ഹൈലൈറ്റാണ് ഒരു ആവറേജ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന മോഡൽസ്. ഒന്ന് ഈ സോണറ്റ് അല്ലെങ്കിൽ ഓപ്പസ് മോഡൽസ് അല്ലെങ്കിൽ ഹൈക്കോ, അതിൻ്റെയൊക്കെ പവർഫുൾ ആയിട്ടുള്ള മോഡൽസ്. അതാണ് ഇതിൻ്റെ മെയിൻ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ്ലി ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ഈ ക്ലൗഡ് കോഡിൽ വളരെ സ്മൂത്താണ്. അത് കാരണം ഒരു പ്രോംപ്റ്റ്, ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയുള്ള ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് അത് തരും. ക്വാളിറ്റി ഔട്ട്പുട്ട് ഇൻ ദ സെൻസ് ലൈക്ക് ഈ മോഡൽസ് തന്നെയാണ് ഇതിൻ്റെ ബാക്കിൽ വർക്കൗട്ട് ചെയ്യുന്നതെങ്കിലും ആ ഒരു ഇൻ്റഗ്രേഷൻ സ്മൂത്താണ്. കാരണം നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അത് ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നല്ല രീതിയിൽ ഒരു സ്മൂത്തായിട്ട് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് തരും. ഇതേ കാര്യം മൈക്രോസോഫ്റ്റ് കോപ്പൈലറ്റിലും അച്ചീവബിളാണ്. ബട്ട് അവിടെ ഒരു ചെറിയ ഫ്രിക്ഷൻ ചില സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈ ഒരു സെയിം മോഡൽ യൂസ് ചെയ്യുകയാണെങ്കിലും ചില സമയത്ത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഔട്ട്പുട്ട് എറർ വരികയും കോപ്പൈലറ്റ് അത് ക്രമേണ കറക്റ്റ് ചെയ്യുന്നതായിട്ടും അങ്ങനെ ആ ഒരു സ്മൂത്ത്നെസ്സിൻ്റെ ഒരു ഡിഫറൻസ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ഈ പറഞ്ഞ പോലെ ഈ ക്ലൗഡ് അതിനെ ആബ്സ്ട്രാക്റ്റ് ചെയ്യുന്നതാണോ എന്നറിയില്ല. കാരണം കുറച്ച് ഡീറ്റെയിൽസ് മാത്രം ഔട്ട്പുട്ട് ചെയ്തിട്ട് കാണിക്കുന്നതാണെന്ന് അറിയില്ല. കാരണം നമ്മൾ ഈ ക്ലൗഡിൽ നോക്കുന്ന സമയത്ത് ഒരു ജനറിക് മെസ്സേജ് ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജനറിക് മീൻസ് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ തിങ്ക് ചെയ്യുന്നുണ്ട്. സോ ഇൻറ്റേർണലി മേ ബി ചിലപ്പോൾ ഒരു എററും കറക്ഷൻസൊക്കെ അത് ചെയ്യുന്നുണ്ടാകും. പക്ഷേ കോപ്പൈലറ്റിൽ അത് കുറച്ചുകൂടെ വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കോപ്പൈലറ്റിൽ ഞാൻ ഈ ക്ലൗഡിനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡാണെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരു കമ്പാരിസൺ ആയിട്ടാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാനിത് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത് രണ്ടും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ടൂൾസാണ്. കോഡക്സും സിമിലർലി ആണ്. പക്ഷേ ഇത് രണ്ടുമാണ് ഈ ഒരു എപ്പിസോഡിൽ മെയിൻലി കമ്പയർ ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ ഈ ഒരു സ്മൂത്ത്നെസ്സിൻ്റെ ഒരു ഫാക്ടറാണ്, ഒരു ഇൻ്റഗ്രേഷൻ്റെ ഒരു ഫാക്ടറാണ് ഈ ക്ലൗഡിൽ കാണാൻ പറ്റുന്നത്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്ലൗഡ് വെച്ചിട്ട് ഒരുപാട് വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. അതായത് ഈ ചില ഓർഗനൈസേഷൻസിൽ ഒരുപാട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചില പ്രോസസ്സ് അവർക്ക് ഈ ക്ലൗഡ് കോഡ് വെച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു മാനുവൽ ടാസ്ക്കാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇമെയിൽസ് വരുന്നത് അതിൽ നിന്ന് മാനുവലായിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ ഈ ക്ലൗഡ് കോഡ് വെച്ചിട്ട് വർക്ക് ഫ്ലോ ഓട്ടോമേഷൻസ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ഫങ്ഷനാലിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്ലൗഡ് കോഡിന് ചില ഓർഗനൈസേഷനിൽ അതിൻ്റെ ഒരു നല്ലൊരു റെലവൻസ് കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടാവാം. ബട്ട് നോർമലി ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് നോക്കണമെങ്കിൽ, എസ്പെഷ്യലി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ അപ്രോച്ചാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഹോണസ്റ്റ് ഒപ്പീനിയൻ വെച്ചിട്ട് ഈ പറഞ്ഞ മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ജിറ്റപ്പിൻ്റെ കോപ്പൈലറ്റ് കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവാണ്. കാരണം ഇതിൽ ഈ പറഞ്ഞ ഈ ക്ലൗഡിൽ യൂസ് ചെയ്യുന്ന എല്ലാ മോഡൽസും ഈ പറഞ്ഞ കോപ്പൈലറ്റിലും അവൈലബിൾ ഉണ്ട്. എസ്പെഷ്യലി സോണറ്റ്, ഓപ്പസ് തുടങ്ങിയ മോഡൽസ്. പിന്നെ കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവും ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു കേസ് ഈ പറഞ്ഞ ഓക്കെ, നമ്മൾ മോഡൽസ് ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൻ്റെ ടൂൾസ്, നമുക്ക് ഇത് ഡെവലപ്മെൻറ്റിൽ ക്ലൗഡ് കോഡ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള ഒരു അപ്രോച്ചാണ് ഇനി ചെക്ക് ചെയ്യുന്നത്. ക്ലൗഡ് കോഡിന് ഡിഫറെൻ്റ് ഇൻ്റർഫേസസ് ഉണ്ട്. ഒന്ന് ഇതിൻ്റെ ബേസിക് ഇൻ്റർഫേസാണ് ചാറ്റ് ഇൻ്റർഫേസ്. നമ്മൾ ചാറ്റ് GPT അല്ലെങ്കിൽ ജെമിനൈയിലൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന പോലെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം. അത് മെയിൻലി എന്തെങ്കിലും ഇൻലൈൻ പ്രോംപ്റ്റിങ്ങോ അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് പ്രോംപ്റ്റിങ്ങോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ചാറ്റ് ഇൻ്റർഫേസ് പോലെ ക്ലൗഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അതിന് മോഡൽസ്, ഈ പറഞ്ഞ ഏതെങ്കിലും മോഡൽസ് യൂസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടാം. അങ്ങനെ ബേസിക്കലി ചെയ്യാം. അതിൻ്റെ ഫ്രീ വെർഷനും എല്ലാവർക്കും അവൈലബിൾ ആണ്. ഫ്രീ വെർഷൻ വച്ചിട്ട് ക്ലൗഡ് കോഡ് യൂസ് ചെയ്യാം, എല്ലാവർക്കും രജിസ്റ്റർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
ഈ വെബ് ഇൻ്റർഫേസ് വെച്ചിട്ട്. സോ അത് ബേസിക്കലി ഒരു ചാറ്റ് ഇൻ്റർഫേസ് മാത്രമേ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതിൽ തന്നെ ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം നമ്മൾ ഇതിൽ ഈ ക്ലൗഡ് എപ്പോഴും എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ കുറച്ചത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ടോക്കൺസ് ഔട്ടായിട്ട് പിന്നെ ഒരു ഇത്ര മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ അത് കാണിക്കും ഫ്രീ വെർഷനിൽ. ഇനി ഇത് ഡെവലപ്മെൻറ്റിൽ എങ്ങനെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് ഉള്ള അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലൗഡ് കോഡ് നമുക്ക് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിൽ എങ്ങനെ കൊണ്ടുവരാമെന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അവരുടെ എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ .NET ആണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് കൂടുതലായിട്ടും VS കോഡും വിഷ്വൽ സ്റ്റുഡിയോ പ്രൊഫഷണലുമാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ VS കോഡിലേക്കുള്ള എക്സ്റ്റൻഷൻ ആന്ത്രോപിക്കിൻ്റെ ക്ലൗഡ് കോഡ് എക്സ്റ്റൻഷൻ അവൈലബിൾ ആണ്. എന്നാൽ വിഷ്വൽ സ്റ്റുഡിയോ പ്രൊഫഷണലിനുള്ള ഒരു ഒഫീഷ്യൽ എക്സ്റ്റൻഷൻ അവൈലബിൾ അല്ല. കുറച്ച് അൺഒഫീഷ്യലായിട്ടുള്ള ഒരു ചില എക്സ്റ്റൻഷൻസ് ഈ പറഞ്ഞ ക്ലൗഡ് കോഡിൻ്റെ എക്സ്റ്റൻഷൻസ് VS പ്രൊഫഷണലിൽ അവൈലബിൾ ആണ്. പക്ഷെ അത് നമുക്ക് ഒരു എൻ്റർപ്രൈസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം കംപ്ലൈൻസ് ആൻഡ് റെഗുലേറ്ററി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അത് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ VS കോഡിലായിരിക്കും നമുക്ക് എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുക. സോ ഈ പറഞ്ഞ സൊല്യൂഷൻസൊക്കെ ഉള്ള ഒരുപാട് പ്രൊജക്ട്സും സൊല്യൂഷൻസൊക്കെ ഉള്ള പ്രൊജക്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻസും പ്രൊജക്റ്റും ഒക്കെ വിഷ്വൽ സ്റ്റുഡിയോ പ്രൊഫഷണലിൽ ഓപ്പൺ ചെയ്തിട്ട് പാരലലി ഈ പറഞ്ഞ VS കോഡിൽ വഴി ക്ലൗഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു അപ്രോച്ചായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് പവർഫുള്ളാണ്. കാരണം നമുക്ക് പ്രോംപ്റ്റിങ്ങും മറ്റ് ഏജൻറ്റിക് AI ഡെവലപ്മെൻറ്റും VS കോഡ് വഴി ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഈ പറഞ്ഞ വിഷ്വൽ സ്റ്റുഡിയോ പ്രൊഫഷണലിൽ നിന്ന് വാലിഡേറ്റ് ചെയ്യാനും പറ്റും. ആസ് ഓഫ് ഓഗസ്റ്റ് 2026 VS പ്രൊഫഷണലിന് വേണ്ടിയുള്ള ഒരു ക്ലൗഡ് കോഡിൻ്റെ എക്സ്റ്റൻഷൻ അവൈലബിൾ അല്ല. ബട്ട് അത് ഒരു തരത്തിലും ഈ പറഞ്ഞ ഡെവലപ്മെൻറ്റിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല. കാരണം VS കോഡ് വഴി നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി VS കോഡ് ഇല്ലെങ്കിൽ പോലും ക്ലൗഡ് കോഡ് വിൻഡോസിന് വേണ്ടി ഒരു ടൂള് തരുന്നുണ്ട്. ക്ലൗഡ് കോഡ് ഫോർ വിൻഡോസ് എന്ന് പറഞ്ഞൊരു ടൂള് തരുന്നുണ്ട്. അതും ഈ VS കോഡിൻ്റെ വേറൊരു വെർഷനാണ്. പക്ഷേ ഫയൽ എക്സ്പ്ലോററും മറ്റ് കോഡ് നാവിഗേറ്ററും അതൊന്നും അതിലില്ല. പകരം ഒരു ബേസിക് ഒരു വെബിൻ്റെ ഒരു വിൻഡോസ് വെർഷൻ ഓഫ് ഇൻ്റർഫേസ് പോലെ നമുക്ക് ഒരു ഇൻ്റർഫേസ് അത് തരും. അതുവഴി നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം. അത് ഓപ്ഷണലാണ്. VS കോഡിൽ ഉള്ള എക്സ്റ്റൻഷൻസാണ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത്. കാരണം അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു കുറേ റിപ്പോസിറ്ററി നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യണം എന്ന് ഇരിക്കട്ടെ. ലെറ്റ്സ് സേ ഒരു 10-15 റിപ്പോസിറ്ററി. ഇനി മൈക്രോ സർവീസസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 50 or 100 റിപ്പോസിറ്ററീസ്. അങ്ങനെയുള്ള റിപ്പോസിറ്ററീസൊക്കെ നമ്മളൊരു പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു റൂട്ട് ഒരു ഫോൾഡറിനകത്ത് നമ്മൾ അതിനെയൊക്കെ ക്ലോൺ ചെയ്ത് വച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ VS കോഡിൽ ഈ പറഞ്ഞ ക്ലൗഡ് കോഡ് എക്സ്റ്റൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോൾഡറായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ പറ്റും. കാരണം VS കോഡിൽ ആഡ് ഫോൾഡർ കൊടുത്തിട്ട് ആ ഒരു പ്രൊജക്റ്റ് ഫോൾഡർ ജസ്റ്റ് ഒന്ന് കോണ്ടെക്സ്റ്റായിട്ട് ആഡ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇങ്ങനെ വച്ചിരിക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രയോജനമുണ്ട്. കാരണം ആ ഒരു ഫോൾഡറിനകത്ത് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ റൂട്ട് ഫോൾഡറിനകത്ത് നമ്മുടെ എല്ലാ ഒരു പ്രൊജക്റ്റിൻ്റെയും എല്ലാ റിപ്പോസിറ്ററീസും അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പാരലൽ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഒരേ സമയത്ത് പ്രോംപ്റ്റ് കൊടുത്ത് വർക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡ്, ഞാനൊരു സിമ്പിൾ എക്സാമ്പിളാണ് പറയുന്നത്. മിക്കവാറും നമുക്ക് ഒരു ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ചെയ്യേണ്ടതായിട്ട് വരും. സോ ഫസ്റ്റ് ബാക്ക് എൻഡ് ചെയ്തിട്ട് ഫ്രണ്ട് എൻഡ് ചെയ്യുന്നതിന് പകരം ക്ലൗഡ് കോഡ് യൂസ് ചെയ്ത് പാരലലി ഒരേ സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റും, ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഒരു പ്രോംപ്റ്റ് തയ്യാറാക്കുക.
എന്നിട്ട് ആ പ്രോംപ്റ്റ് ജസ്റ്റ് ഇതിന് കൊടുക്കുക. എന്നിട്ട് ഒരു പ്ലാൻ ഫയൽ ക്രിയേറ്റ് ചെയ്യുക, ഒരു MD ഫയൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അനാലിസിസ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെയൊക്കെ വെരിഫൈ ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് നമുക്ക് ഒരേ സമയം ചെയ്യാൻ പറ്റും. നമ്മൾ അതിനനുസരിച്ച് പ്രോംപ്റ്റ് കൊടുത്താൽ മതി, നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി ഏതൊക്കെ പ്രൊജക്റ്റിൽ ഏതൊക്കെ ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ഏതൊക്കെ റിപ്പോയിൽ ഏതൊക്കെ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. സോ ആ സമയത്ത് ഈ ക്ലൗഡിൻ്റെ സിമാൻറ്റിക് സെർച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ആ റിപ്പോയിലുള്ള ഫയൽസിനെ കണ്ടെത്തി അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ചെയ്യുക മാത്രമല്ല, ഈ ക്ലൗഡ് കോഡിൽ ഈ പറഞ്ഞ CLI ടൂളുണ്ട്. അത് കാരണം നമ്മൾ റൺ ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റ്, അതായത് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് നമ്മൾ ആ ഒരു VS കോഡ് റൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫുൾ പവർ കൺട്രോൾ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിൽ കോഡ് പുഷ് ചെയ്യാം, കോഡ് ക്ലോൺ ചെയ്യാം. ഇനി മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേര് മെർജ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ വരുന്ന കേസസിൽ വേണമെങ്കിൽ കോഡ് പുള്ള് ചെയ്തിട്ട് റീബേസ് ചെയ്യാം. ഇനി മെർജ് കോൺഫ്ലിക്റ്റ് ഒക്കെ വരുമ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യണമെന്നറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ക്ലൗഡിനടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജിറ്റ് ലോഗ് അനലൈസ് ചെയ്തിട്ട് വേണ്ടുന്ന രീതിയിൽ അത് ഫിക്സ് ചെയ്ത് തരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ക്ലൗഡ് കോഡ് എൻ്റെ ഒരു CLIയുടെ ഒരു പവർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സെയിം തന്നെ കോപ്പൈലറ്റിലും ചെയ്യാൻ പറ്റും. കോപ്പൈലറ്റിലും ഈ ഒരു സെയിം കാര്യം തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ കോപ്പൈലറ്റിൽ ഈ പറഞ്ഞ ഞാൻ കോപ്പൈലറ്റ് ആദ്യം യൂസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഒരു 2 വർഷത്തിന് മുന്നേ യൂസ് ചെയ്ത സമയത്ത് കൂടുതലായിട്ട് നമ്മൾ ഈ വിഷ്വൽ സ്റ്റുഡിയോയിൽ നമ്മളൊരു സൊല്യൂഷൻ ഓപ്പൺ ചെയ്ത് അതിനകത്ത് ആയിരിക്കും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റ് മാത്രമായിരിക്കും കൂടുതലും തിങ്ക് ചെയ്യുന്നത്. ഫോക്കസ്ഡ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റാണ്. ബട്ട് ചില സമയത്ത് നമുക്ക് ഒരു ബ്രോഡർ ലെവലിൽ ഒരുപാട് റിപ്പോസ് മൊത്തത്തിൽ ഗ്ലോബലായിട്ടൊന്ന് തിങ്ക് ചെയ്യുന്ന ഒരു കേസസൊക്കെ വരാൻ നേരത്ത് ഈ പറഞ്ഞ ക്ലൗഡിൻ്റെ ഒരു അപ്രോച്ച് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓൺസ് ഈ ക്ലൗഡിൻ്റെ അപ്രോച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സെയിം തന്നെ കോപ്പൈലറ്റിലും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം കോപ്പൈലറ്റിലും ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഒരു VS കോഡിൽ ഈ പറഞ്ഞ കോപ്പൈലറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് മൾട്ടിപ്പിൾ റിപ്പോസിറ്ററീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് പ്രോംപ്റ്റ് കൊടുത്താൽ അത് പാരലലായിട്ട് വർക്ക് ചെയ്യും. ബട്ട് ഈ ഒരു ഫാക്ടർ ആക്ച്വലി ഈ പറഞ്ഞ കോപ്പൈലറ്റിൻ്റെ ഇനീഷ്യൽ ഡേയ്സിൽ അത്ര അവെയർ ആയിരുന്നില്ല. ഇത് ക്ലൗഡ് വരുമ്പോഴാണ് കൂടുതലായിട്ട് അവെയർ ആവുന്നത്. കാരണം ക്ലൗഡ് കോഡ് വരാൻ നേരത്ത് അതിൻ്റെ CLI ടൂള് അവർ സ്പെസിഫിക് ആയിട്ട് സ്ട്രെസ് ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ അവരുടെ കോഴ്സസിലൊക്കെ തന്നെ സ്ട്രെസ് ചെയ്യാറുണ്ട്. അത് കാരണം നമുക്ക് പാരലലി ഒരേ സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റും മൾട്ടിപ്പിൾ. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അല്പം കൂടെ കഴിയുമ്പോൾ സ്പെക് ബേസ്ഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സമയം കൂടി വരാൻ നേരത്ത് ഇതിൻ്റെ ഒരു ഫുൾ ബെനിഫിറ്റ് നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഒരു പാരലൽ ഈ CLI ടൂള് യൂസ് ചെയ്ത് പാരലൽ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് അപ്പോൾ മനസ്സിലാവും. സോ ഇത് ഇപ്പോൾ പ്രസൻ്റ്ലി ഈ ഇങ്ങനെ പാരലലി നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. കാരണം ഈ പറഞ്ഞ പ്രൊജക്റ്റ് ഫോൾഡറിനകത്ത് മൾട്ടിപ്പിൾ റിപ്പോസിറ്ററീസ് ഉണ്ടെങ്കിൽ ഒരേ സമയം പാരലലായിട്ട് ഈ കോഡ് ചെയ്യുകയും അതിനെ പുഷ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. ബട്ട് ഇതിലെ ഒരു പ്രധാന കാര്യം ക്ലൗഡ് കോഡിൻ്റെ സർട്ടിഫിക്കേഷൻ കോഴ്സസിലൊക്കെ ഇത് പ്രതിപാദിക്കുന്നുണ്ട്. ഇതെല്ലാം AI ആണ് ചെയ്യുന്നത്. സോ ഫൈനലി നമ്മളതിനെ വാലിഡേറ്റ് ചെയ്യണം. കാരണം ഇതിൻ്റെ കോൺഫിഡൻസ് ലെവൽ ഈ പറഞ്ഞ ക്ലൗഡ് നമുക്ക് വൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രോംപ്റ്റായിട്ട് ചോദിക്കാം എല്ലാം കറക്റ്റ് വർക്ക് ചെയ്യുമോ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുമോ എന്നൊക്കെയുള്ള നമുക്ക് വാലിഡേറ്റ് ചെയ്യാം. നമുക്ക് ചോദിച്ച് വാലിഡേറ്റ് ചെയ്യാം. അത് നല്ല കോൺഫിഡൻസ് രീതിയിൽ അവർ ആൻസർ തരും. ബട്ട് സ്റ്റിൽ നമ്മൾ ഇത് ഒരു തവണയെങ്കിലും ലോക്കലി റൺ ചെയ്ത് നോക്കി ഫുൾ വാലിഡേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കണം കമ്മിറ്റ് ചെയ്യേണ്ടത്. സോ അങ്ങനെ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫുള്ള് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്തെന്നുള്ളൊരു ഫീൽ കൂടി നമുക്ക് കിട്ടും. ഇത് ഒരേ സമയം തന്നെ ഈ പറഞ്ഞ ഈ ക്ലൗഡ് തന്നെ വേണമെങ്കിൽ യൂണിറ്റ് ടെസ്റ്റും എഴുതി തരും. പക്ഷേ യൂണിറ്റ് ടെസ്റ്റിനെ മാത്രം ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു സജഷനിൽ നമ്മൾ മാനുവലി ഇത് റൺ ചെയ്ത് നോക്കി ഒന്ന് വാലിഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം യൂണിറ്റ് ടെസ്റ്റ്
ചിലർ യൂണിറ്റ് ടെസ്റ്റ് ഒരു വലിയ അപ്രോച്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് യൂണിറ്റ് ടെസ്റ്റാണ് ഓൾ ഇൻ ഓൺ എന്നുള്ള രീതിയിൽ എല്ലാവരും തിങ്ക് ചെയ്തിട്ടുണ്ട്. അത് മസ്റ്റാണ്, അതിനുവേണ്ടി കുറേ സമയം എടുക്കണമെന്നൊക്കെയുള്ള രീതിയിൽ തിങ്ക് ചെയ്യുന്ന ടീംസ് ഉണ്ട്. ഒരുപാട് പേര് അങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ബേസിക്കലി ഒരു ഫീച്ചർ ഡെവലപ്മെൻറ്റ് വരാൻ നേരത്ത് ആ ഫീച്ചർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വാലിഡേറ്റ് ചെയ്ത് അതിനാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. യൂണിറ്റ് ടെസ്റ്റ് അത് നല്ലതാണ്, കാരണം എന്തെങ്കിലും ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. ബട്ട് അതിനേക്കാളും പ്രധാനമായിട്ട് നമ്മൾ വാലിഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞ റൺ ചെയ്ത് വാലിഡേറ്റ് ചെയ്യേണ്ടതായിട്ട് ഉള്ളത് പ്രധാനമാണ്. സോ ഇതൊക്കെയാണ് മെയിൻലി ഈ പറഞ്ഞ ഒരു ബേസിക് ക്ലൗഡ് കോഡ് ഡെവലപ്മെൻറ്റിൽ വരുന്ന കാര്യങ്ങൾ. ഇങ്ങനെ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത അപ്രോച്ചിനെയാണ് വൈബ് കോഡിംഗ് എന്ന് പറയുന്നത്. കാരണം ഒരു സ്പെസിഫിക് ഫോർമാറ്റിലല്ല നമ്മൾ ക്ലൗഡുമായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ AI ടൂൾസുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണോ തോന്നുന്നത് ആ രീതിയിൽ നമ്മൾ അതിനോട് ഓൺ ദ സ്പോട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നു. മേ ബി ഒരുപക്ഷെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്ത് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞ് ലേറ്റർ എന്തെങ്കിലും ബഗ് വന്നു കഴിഞ്ഞാൽ ആ ബഗ് ഫിക്സ് ചെയ്യാൻ വേണ്ടി അടുത്ത പ്രോംപ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഒരു വൈബ് കോഡിങ്ങിൽ കൂടുതലായിട്ട് വരുന്നത്. കാരണം നാച്ചുറലി നമുക്ക് തോന്നുന്ന രീതിയിൽ ഇതുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യും. ഈ വൈബ് കോഡിങ് ഓക്കെയാണ്. ഈ പറഞ്ഞ ചില വൈബ് കോഡിങ് ഈക്വലി പവർഫുള്ളാണ് ഈ പറഞ്ഞ പോലെ ഈ ഏജൻറ്റിക് AI ഡെവലപ്മെൻറ്റിൽ. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ വൈബ് കോഡിങ്ങിൽ കൺട്രോൾ എന്നുള്ള ഒരു ഫാക്ടർ വളരെ കുറവാണ്. കാരണം എസ്പെഷ്യലി ഒരു എൻ്റർപ്രൈസ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പെസിഫിക് കൺട്രോൾ ഈ പറഞ്ഞ വൈബ് കോഡിങ്ങിന് കിട്ടത്തില്ല. കാരണം ഇപ്പോൾ ഒരു 10 ഡെവലപ്പേഴ്സ് ഒരു ടീമിലുണ്ടെന്നിരിക്കട്ടെ, അവർ ഓരോരുത്തരും വൈബ് കോഡിംഗ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള പ്രോംപ്റ്റ് കൊടുക്കുകയും അങ്ങ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അത് വർക്കൗട്ടാവും, കാരണം ഓരോ ഡെവലപ്പറും അത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഔട്ട്പുട്ട് തരുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എങ്ങനെയാണ് ഈ ഓരോരുത്തരും ഈ പ്രോംപ്റ്റ് കൊടുത്തിരിക്കുന്നതെന്നുള്ളതും അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടിയെന്നുള്ളതും ഒരു ഡോക്യുമെൻറ്റേഷൻ അവിടെ വരുന്നില്ല. കോഡ് ലെവൽ ഡോക്യുമെൻറ്റേഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു എങ്ങനെയാണ് ഒരു ഡെവലപ്പർ ആ ഒരു കോഡ് ഡെവലപ്പ് ചെയ്തതെന്നുള്ളത്, അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെയാണ് അവിടെ എത്തിയെന്നുള്ളതിൻ്റെ ഒരു ഫൈനൽ ഒരു ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഡിങ് അവിടെ വരുന്നില്ല. മാത്രമല്ല ആ ഒരു അപ്രോച്ച്, വൈബ് കോഡിങ്ങിൻ്റെ അപ്രോച്ച് ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ചും അല്ല. കാരണം ഒരു റാൻഡമായിട്ട് അങ്ങ് പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ കൊടുക്കുന്ന പ്രോംപ്റ്റ് ആയിരിക്കില്ല വേറെ ഒരാൾ കൊടുക്കുന്നത്. അതുമാത്രമല്ല ഇത് ഫൈനലി റിവ്യൂവിന് വരാൻ നേരത്തെ ഈ പ്രോംപ്റ്റ് കൊടുത്ത ആളുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ആ ആൾക്ക് പോലും എന്താണ് പ്രോംപ്റ്റ് കൊടുത്തതെന്നുള്ളത് ഓർമ്മയില്ല. ഈ പറഞ്ഞ ടൂൾസ് കോപൈലറ്റ് അല്ലെങ്കിൽ ക്ലൗഡ് കോഡ് പോലെയുള്ള ടൂൾസ് ഈ പറഞ്ഞ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിൻ്റെ ഒരു ഹിസ്റ്ററി അവിടെ കീപ്പ് ചെയ്യുന്നു എന്നുണ്ടെങ്കിലും ഒരു സ്ട്രക്ചേർഡായിട്ടുള്ള ഒരു അപ്രോച്ചിലല്ല നമ്മൾ പോകുന്നത്. അവിടെയാണ് ഈ AI SDLC, അതായത് ഏജൻറ്റിക് AI സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ സ്പെക് ബേസ്ഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത, ഒരു റെലവൻസ് വരുന്നത്. എൻ്റർപ്രൈസിൽ അല്ലെങ്കിൽ എൻ്റർപ്രൈസ് മാത്രമല്ല, ഏത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലായാലും സ്പെക് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് വരാൻ നേരത്ത് അത് കുറച്ചുകൂടി ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചായിട്ട് മാറും. സ്പെക് ബേസ്ഡ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ ഇനിഷ്യലി കുറച്ച് അനാലിസിസ് ചെയ്ത് ഒരു പ്ലാന് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ ടൂൾസ് വെച്ചിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതാണ് ഈ സ്പെക് ബേസ്ഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു അഡീഷണൽ എഫേർട്ടായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം. കാരണം ഇനിഷ്യലി നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്നുള്ളതും എങ്ങനെയാണ് നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ വേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഫുൾ പ്ലാൻ ഈ പറഞ്ഞ AI ടൂൾസ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അത് A to Z ഫുൾ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു സ്പ്രിൻറ്റ് 2 weeks സ്പ്രിൻറ്റിലേക്ക് വേണ്ടിയുള്ള ഡെവലപ്മെൻറ്റാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫുൾ പ്ലാൻസ് നമ്മൾ ഇനീഷ്യലി ക്രിയേറ്റ് ചെയ്യും.
അതിന് കുറച്ച് റിക്വയർമെൻറ്റ്സ് അത്യാവശ്യമാണ്. ഒന്ന്, നമ്മൾ നമ്മൾ 2 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ 3 വീക്സിലേക്ക് ചെയ്യേണ്ടുന്ന സ്റ്റോറീസൊക്കെ തന്നെ എപ്പിക്സും സ്റ്റോറീസുമായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ജിറ അല്ലെങ്കിൽ ഡെവോപ്സ് പോലെയുള്ള അഷ്യൂർ ഡെവോപ്സ് പോലെയുള്ള ടൂൾസിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ട്രെല്ലോ പോലെയുള്ള ടൂൾസിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ എപ്പിക്സ് സ്റ്റോറീസ് വിത്ത് ക്ലിയർ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എല്ലാം വളരെ ക്ലിയറായിട്ട് ആ ഒരു റിക്വയർമെൻറ്റ് ഫേസ് കറക്റ്റായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പെക് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സ്പെക് ബേസ്ഡ് ഡെവലപ്മെൻറ്റിന് ഈ 2 കാര്യങ്ങളും, അതായത് സ്റ്റോറീസ് വിത്ത് ക്ലിയർ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ആൻഡ് ഡെഫിനേഷൻസ്, അത് ഏറ്റവും റെലവൻ്റാണ് ഈ പറഞ്ഞ സ്പെക് ബേസ്ഡ് ഡെവലപ്മെൻറ്റിന്. ഇതില്ലാതെ ഒരു സ്പെക് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പല പ്രൊജക്റ്റ് മാനേജേഴ്സും അവർ ഈ പറഞ്ഞ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടൈറ്റിലും ഈ പറഞ്ഞ ജസ്റ്റ് ഒരു ഓൺലൈന് മാത്രം എഴുതി സ്റ്റോറീസ് ടീംസിന് കൊടുക്കുന്ന ഒരുപാട് കേസസ് ഉണ്ട്. സോ അവിടെ ഈ ഒരു സ്പെക് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് അഡീഷണൽ എഫേർട്ട്, അതായത് ഈ സ്റ്റോറീസ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുകയും അതിൻ്റെ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയാസ് ശരിക്കും എഴുതുകയും ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ വരേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയാസും സ്റ്റോറീസും വെൽ ഡിഫൈൻഡ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പെക് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. ഈ സ്പെക് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഏജൻറ്റ് കെ വെച്ചിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിന് ഒരു പൂർണ്ണത ഉണ്ടാവുള്ളൂ. കാരണം അല്ലാതെ വൈപ്പ് കോഡിങ് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ സ്റ്റിൽ ഏതെങ്കിലും ഒരു ഫേസിൽ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസും മറ്റും കാര്യങ്ങൾ ചലഞ്ചിങ് ആയിട്ട് വരും. ഈവൻ ഒരു അഡീഷണൽ ഫീച്ചർ എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയറിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും വൈപ്പ് കോഡിങ്ങിൽ അതത്ര ഈസി ആയിട്ട് വരില്ല. സോ അതുകൊണ്ട് സ്പെക് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് തന്നെ ആയിരിക്കും എപ്പോഴും എൻ്റർപ്രൈസിലായാലും ഈവൻ ചെറിയ സോഫ്റ്റ്വെയറിൽ ആയാലും ബെറ്ററായിട്ട് ഉള്ളൊരു കേസ്. സോ ഈ ഒരു സ്പെക് ബേസ്ഡ് ഡെവലപ്മെൻറ്റിന് മസ്റ്റായിട്ട് വേണ്ടത് ഈ പറഞ്ഞ പോലെ എപ്പിക്സും സ്റ്റോറീസുമായിട്ട് വെൽ ഡിഫൈൻഡ് അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണ്. ഇത് കുറച്ച് അഡീഷണൽ എഫേർട്ട് ആദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നല്ല രീതിയിലൊരു ബ്രെയിൻ സ്റ്റോർമിങ്ങും ഡിസ്കഷൻസൊക്കെ നടത്തി ആദ്യത്തെ ഒരു സ്പ്രിൻ്റ് തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ഒരു കുറച്ച് ടൈം ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഇത് സ്പ്രിൻ്റ് പ്ലാനിങ് പോലെ ഒരു ഫോർമാലിറ്റി മാത്രം കൊണ്ട് ഇത് വർക്കൗട്ട് ആവില്ല. കാരണം സ്പ്രിൻ്റ് പ്ലാനിങ്ങിൽ കൂടുതലും സംഭവിക്കുന്നത്, ഞാൻ പല സ്പ്രിൻ്റ് പ്ലാനിങ്സും കണ്ടിട്ടുണ്ട്. അതിൽ സംഭവിക്കുന്നത് ഈ പറഞ്ഞ പോലെ ടൈറ്റിലും ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റോറീസിൻ്റെ ടൈറ്റിലും അല്ലെങ്കിൽ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനും മാത്രം എഴുതിയിട്ട് എത്ര ടൈം എടുക്കുമെന്ന് ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി ഡെവലപ്പേഴ്സിന് കൊടുക്കുന്ന ഒരു അപ്രോച്ചായിരിക്കും മിക്കവാറും സ്പ്രിൻ്റ് പ്ലാനിങ്ങിൽ നടക്കുന്നത്. പക്ഷെ അത് ഒരു എക്സാക്റ്റ് അപ്രോച്ച് സ്പെക് ബേസ്ഡിൽ ഇതിൽ വർക്കൗട്ട് ആവില്ല. മേ ബി വൈപ്പ് കോഡിങ്ങിൽ അത് വർക്കൗട്ട് ആവുമായിരിക്കും. സ്പെക് ബേസ്ഡിൽ വർക്കൗട്ട് ആവണമെങ്കിൽ ഫസ്റ്റ് ക്ലിയർ ആയിട്ടുള്ള അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ആൻഡ് സ്റ്റോറീസ് ക്ലിയർ ആയിട്ട് വെൽ പോയിൻറ്റഡ് ആയിട്ട് എഴുതണം. അത് ഗെർക്കിൻ എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് ഉണ്ട്, GHERKIN, ജെർക്കിൻ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു ജെർക്കിൻ ഫോർമാറ്റിൽ ഈ പറഞ്ഞ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയാസ് ക്ലിയർ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ, എല്ലാ സ്റ്റോറീസിനും എഴുതി കഴിഞ്ഞാൽ, അവയെല്ലാം ഒരു എപ്പിക്കിൻ്റെ അണ്ടറിലാക്കി കഴിഞ്ഞാൽ, പിന്നെ ഈ ക്ലൗഡ് കോഡ് നമുക്ക് MCP സെർവറായിട്ട് ഈ പറഞ്ഞ ജിറ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ടൂൾസിലേക്ക് കണക്ട് ചെയ്യാം. ക്ലൗഡ് കോഡ് എങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്യാം എന്നുള്ളത് ഈസിയാണ്. കാരണം ക്ലൗഡ് കോഡ് ഫോർ വിൻഡോസ് എന്ന് പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷനുണ്ട്. ആ ആപ്ലിക്കേഷനിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കണക്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഈ കണക്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജിറ അല്ലെങ്കിൽ മറ്റ് ടൂൾസുമായിട്ട് കണക്ട് ചെയ്യാവുന്ന MCP ഇൻ്റഗ്രേഷൻസ് നമുക്ക് കാണാൻ പറ്റും. MCP എന്ന് പറയുന്നത്, ഇത് MCP സെർവറിനെ കുറിച്ച് അറിവില്ലാത്തവർക്ക് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. MCP എന്ന് പറയുന്നത് ഒരു പ്രോട്ടോക്കോളാണ്. അത് ഈ ആന്ത്രോപ്പിക്ക് തന്നെ 2024 അവർ ഇവോൾവ് ചെയ്ത ഒരു
പ്രോട്ടോക്കോളാണ്. ഇതൊരു API എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ പറഞ്ഞ ഈ ടൂൾസിന്, അതായത് ഏജൻറ്റ് AI ടൂൾസ്, ക്ലൗഡ് കോഡ് അല്ലെങ്കിൽ മറ്റ് ടൂൾസ്, അതിലെ മോഡൽസിന് അതിനൊരു ഇൻ്റലിജൻസ് ഉണ്ട്. ആ മോഡൽസ് ക്രിയേറ്റ് ചെയ്ത സമയത്തുള്ള ഒരു ഇൻ്റലിജൻസ് അതിനുണ്ടാവും. അത് കഴിഞ്ഞുള്ള ഒരു ഇൻഫർമേഷൻ അതിന് അവൈലബിൾ അല്ല, കട്ട് ഓഫാണ്. പിന്നെ അതല്ലാതെ നമ്മൾ കുറച്ച് ഇൻഫർമേഷൻ നമ്മുടെ കോണ്ടെക്സ്റ്റായിട്ട് ഈ കോഡ് വഴി നമ്മൾ ഇതിന് കൊടുക്കും. ഇത് രണ്ടും അല്ലാതെ എക്സ്റ്റേണലായിട്ടുള്ള മറ്റൊരു കോണ്ടെക്സ്റ്റ് കൂടി നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നമുക്ക് MCP സെർവർ ആയിട്ട് നമുക്കതിനെ കണക്ട് ചെയ്യാൻ പറ്റും. സോ MCP പ്രോട്ടോക്കോൾ വഴി ഉള്ള MCP സെർവേഴ്സൊക്കെ നമുക്കിതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഈ പറഞ്ഞ നമുക്ക് MCP സെർവേഴ്സ് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടൂൾസ്, ഈ ജിറ പോലെയുള്ള മറ്റ് ടൂൾസ് തരുന്ന MCP സെർവേഴ്സ് യൂസ് ചെയ്യാം. സോ അത് യൂസ് ചെയ്താലുള്ള പ്രധാന ഉപയോഗം ക്ലൗഡ് കോഡിന് ഈ ടൂൾസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അത് ഇൻഫർമേഷൻ ഗെറ്റ് ചെയ്യാനും, അതായത് ജിറായിൽ നിന്ന് ഇൻഫർമേഷൻ ഈ ടൂൾസിലേക്ക് ഗെറ്റ് ചെയ്യാനും തിരിച്ചും, അതായത് ഇപ്പോൾ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കമൻറ്റ് എന്തെങ്കിലും ഈ ജിറ സ്റ്റോറീസിൽ ആഡ് ചെയ്യുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടൂൾസിനെ തന്നെ അത് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ മീനിങ് നിങ്ങളുടെ വിഷ്വൽ സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റോറിയെക്കുറിച്ച് മനസ്സിലാക്കാം. പിന്നെ വേണമെങ്കിൽ ഒരു ഡെവലപ്പറിന് അത് അസൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഒരു കമൻറ്റ്, ആരോടെങ്കിലും ഒരു കമൻറ്റ് ഈ പറഞ്ഞ പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വറി ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ ഈ പറഞ്ഞ ടൂളിനകത്ത് തന്നെ VS കോഡിൻ്റെ ക്ലൗഡ് കോഡിൻ്റെ എഡിറ്ററിനകത്ത് നിന്ന് തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റും. ഇതെല്ലാം ഈ MCP സെർവർ ഇൻ്റഗ്രേഷൻ വഴിയാണ് നടക്കുന്നത്. MCP സെർവറിന് ഇത് മാത്രമല്ല, വേറെ പർപ്പസും ഉണ്ട്. കാരണം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപക്ഷെ ഈ എന്താ പറയുക, ഈ ലോഗ്സ്, ലൈവിലുള്ള പ്രൊഡക്ഷനിലുള്ള ലോഗിനെ കുറിച്ചുള്ള ഇൻഫർമേഷനോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ അതാത് പ്ലാറ്റ്ഫോംസ്, ഫോർ എക്സാമ്പിൾ ഡേറ്റാഡോഗോ അല്ലെങ്കിൽ ന്യൂ റെലിക്ക്, ഇതുപോലെയുള്ള ലോഗിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇവയുടെ MCP സെർവേഴ്സും അവൈലബിൾ ആണ്. സോ അതുവഴി നിങ്ങൾക്ക് ക്ലൗഡ് കോഡ് അല്ലെങ്കിൽ കോപ്പൈലറ്റ് ആ പറഞ്ഞ ടൂൾസിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ അതുവഴി നമുക്ക് അവിടുന്ന് ഡേറ്റ പുള്ള് ചെയ്ത് നമുക്ക് കോഡ് ലെവലിൽ അനലൈസ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജിറായിലൊരു ബഗ് കാർഡുണ്ട്. ആ ബഗ് കാർഡ് വെൽ ഡിഫൈൻഡ് ആണെന്നുണ്ടെങ്കിൽ, വെൽ ഡിഫൈൻഡ് മീൻസ് ടൈറ്റിലും ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രം പോരാ, ക്ലിയർ ആയിട്ട് എന്താണ് ഇഷ്യൂ എന്നുള്ളതിൻ്റെ ഒരു ഗുഡ് ഡിസ്ക്രിപ്ഷൻ അതിലുണ്ടെന്നുണ്ടെങ്കിൽ, ലൈവിലുള്ള ഒരു ഇൻസിഡൻ്റ് ആണെന്നിരിക്കട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടൂള് ക്ലൗഡ് കോഡ് വെച്ചിട്ട് നമുക്ക് MCP സെർവർ ഇൻ്റഗ്രേഷൻ ജിറായിലേക്കും ഈ പറഞ്ഞ ലൈവ് സിസ്റ്റത്തിലേക്ക് നമുക്ക് ഒരേ സമയം കണക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. അങ്ങനെ വച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ VS കോഡിൽ നിന്ന് തന്നെ നമുക്ക് പറയാം, ഹേയ് പ്ലീസ് ചെക്ക് ദിസ് ബഗ്. ജിറായിലൊരു ID കാണുമല്ലോ, ഒരു ID, പ്ലീസ് ചെക്ക് ദിസ് ബഗ് ഇൻ ID ആൻഡ് ദെൻ pull the data from the logging platform, live data logging platform. അതായത് അത് ഒരുപക്ഷെ ഡേറ്റാഡോഗ് ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂ റെലിക് ആവാം, എന്തുവേണോ ആവാം. അവിടുന്ന് ഡേറ്റ പുള്ള് ചെയ്യുക, എന്നിട്ട് ലോഗ് പുള്ള് ചെയ്യുക, എന്നിട്ട് അനലൈസ് ചെയ്യുക. അപ്പം ക്ലൗഡിൽ അതിൻ്റെ ഇൻ്റലിജൻസ് ഉണ്ട്. ഈ പറഞ്ഞ മോഡൽ, അത് സോണറ്റോ ഓപ്പസോ ആയിക്കോട്ടെ, അത് ഈ പറഞ്ഞ ഈ പറഞ്ഞ MCP സെർവർ വഴി ഈ ഒരു ബഗിൻ്റെ ഇൻഫർമേഷനും ഡിസ്ക്രിപ്ഷനും സ്റ്റെപ്സും ഒപ്പം തന്നെ ഈ പറഞ്ഞ ലൈവിൽ നിന്നുള്ള ആ ഒരു ഡേറ്റയും പുള്ള് ചെയ്തിട്ട് ഇത് നമ്മുടെ കോഡുമായിട്ട് അനലൈസ് ചെയ്യും. എന്നിട്ട് എവിടെയാണോ എൻ്റെ ഗ്യാപ്പ് വന്നിരിക്കുന്നത് അത് ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്യുക മാത്രമല്ല, ഇതിനൊരു PR, ഒരു കമ്മിറ്റും ചെയ്ത് PR വേണമെങ്കിൽ പുള്ള് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ MCP സെർവർ ഇൻ്റഗ്രേഷൻ വഴി ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരേ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അല്പം ടോക്കൺസ്, ഒരു ചെറിയ രീതിയിലുള്ള ടോക്കൺ കൺസംഷൻ ഇത് ചെയ്യും. ഇതിൽ ഏറ്റവും കൂടുതൽ ടോക്കൺ കൺസംഷൻ ഉണ്ടാകുന്നത് ഒന്ന് ഈ ജിറ സ്റ്റോറി പുള്ള് ചെയ്യാൻ,
പുള്ളി ചെയ്യുന്നത് ഒരു CLI ടൂൾ യൂസ് ചെയ്തിട്ട് MCP സെർവർ കോൾ ചെയ്തിട്ടായിരിക്കും അത് പുള്ളി ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ജിറായിൽ എഴുതിയിരിക്കുന്ന ഇൻഫർമേഷൻസ് പുള്ളി ചെയ്യുന്നിടത്ത് അതിൻ്റെ ഒരു ടോക്കൺ കൺസംഷൻ ഉണ്ടാവും. പിന്നെ രണ്ടാമത് ഈ പറഞ്ഞ ലൈവ് സിസ്റ്റത്തിൽ നിന്നുള്ള ഡേറ്റ പുള്ളി ചെയ്യുന്ന സമയത്ത്, ആ സമയത്തും കുറച്ചൊരു ടോക്കൺ കൺസംഷൻ അവിടെ ഉണ്ടാകും. പക്ഷെ അത് വളരെ മിനിമലാണ്. കാരണം ഒരു ഇൻസിഡൻ്റൊക്കെ വരാൻ നേരത്ത് ഒരു ഇൻസിഡൻറ്റ് എത്രയും പെട്ടെന്ന് ഫിക്സ് ചെയ്യുക എന്നുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ചെറിയൊരു യൂസേജ് വലിയൊരു റെലവൻസ് ഇല്ല. ഈ പറഞ്ഞ ടോക്കൺ കൺസംഷൻ വളരെ മിനിമൽ, മേ ബി ഒരു $1 താഴെയുള്ള ഒരു യൂസേജ് മാത്രമേ ഇത്രയും ഫിക്സ് ചെയ്ത് വരുമ്പോൾ ആവുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഈ ഒരു MCP സെർവർ ഇൻ്റഗ്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം പോസിബിലിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞു വന്നത് സ്പെക് ബേസ്ഡ് ഡെവലപ്മെൻ്റ് ആണ്. അത് പറഞ്ഞപ്പോൾ ഈ ഒരു MCP സെർവറിൻ്റെ ഒരു ഇൻ്റഗ്രേഷനും മറ്റു കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തെന്നേ ഉള്ളൂ. ഇനി ഈ പറഞ്ഞ ഈ സ്പെക് ബേസ്ഡ് ഡെവലപ്മെൻറ്റിൻ്റെ അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സോ നമുക്ക് ഒരു സ്പ്രിൻ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു എപ്പിക്കുണ്ട്. എപ്പിക്കിൻ്റെ അണ്ടറിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റോറീസും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലൗഡിന് അടുത്ത് നമുക്കൊരു പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റും. അതായത് ഇന്ന എപ്പിക്കിൽ പോയിട്ട് ആ എപ്പിക്കിൻ്റെ അണ്ടറിലുള്ള ഇത്രയും സ്റ്റോറീസിന് വേണ്ടിയുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ പറയാം. ആ ഒരു പ്ലാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്പസ് മോഡൽ, അതായത് ഹൈ പെർഫോമിംഗ് മോഡൽസ് വെച്ചിട്ട് ചെയ്യാം. കാരണം അത് ഒരു ഓൺ ടൈം ആക്ടിവിറ്റിയാണ്. ഈ ഒരു പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാന് നമുക്ക് മേ ബി ഒരു MD ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതാണ് ടോക്കൺ എഫിഷ്യൻസിക്ക് ഏറ്റവും ബെറ്റർ. അതേസമയം റീഡബിലിറ്റിയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ HTML ഫയലായിട്ടും ക്രിയേറ്റ് ചെയ്യാം. ക്ലൗഡ് കോഡ് വെച്ചിട്ട് ഒരു HTML ഫയലിൽ ഒരു പ്ലാൻ ഫയൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് നല്ല ഒരു ഡോക്യുമെൻറ്റഡ് അല്ലെങ്കിൽ ഒരു നല്ലൊരു റീഡബിൾ ആയിട്ടുള്ള ഒരു HTML ഫയലായിരിക്കും അത്. ഇനി സോ ഇങ്ങനെ ഒരു പ്ലാൻ ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തീരുന്നില്ല. ഇത് കംപ്ലീറ്റ് നമ്മൾ അതിൽ ഗോ ത്രൂ ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ക്ലൗഡിൻ്റെ അടുത്ത് തന്നെ റിപ്പീറ്റഡ് പ്രോംപ്റ്റ്സ് കൊടുത്തിട്ട് നമുക്ക് ഉദ്ദേശിച്ച രീതിയിലാണോ പ്ലാൻ ക്രിയേറ്റ് ആയിരിക്കുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതാണ് സ്പെക്ക് എന്ന് പറയുന്നത്. ഈ ഒരു സ്പെക്ക് അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. കാരണം ഈ സ്പെക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഓരോ സ്റ്റോറിക്കും വേണ്ടിയുള്ള സ്പെക്കായിരിക്കും ആ ഫയൽസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതൊരു സിംഗിൾ ഫയലായിരിക്കും, പക്ഷെ നമുക്ക് ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ഹെഡിങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓരോ സ്റ്റോറിയുടെയും. സോ ഒരു എപ്പിക്കിനകത്ത് ഒരു 10 സ്റ്റോറീസ് ഉണ്ടെങ്കിൽ ഒരു 10 ഹെഡിങ്ങിൽ ഈ MD ഫയലിനകത്തായിരിക്കും ഈ പറഞ്ഞ ഈ സ്പെക്ക് ക്രിയേറ്റ് ആവുന്നത്. സ്പെക്ക് മീൻസ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റേഷൻ വേണം എന്നുള്ളത്, നിങ്ങളുടെ കോഡ് ഫയലിൽ ഇന്ന ചേഞ്ച് വരുത്തണമെന്നൊക്കെ ഉള്ളത് അത് ഈ ക്ലൗഡ് തന്നെ കണ്ടുപിടിച്ച് തരും. സോ ഇങ്ങനെയുള്ളത് നമ്മളൊന്ന് റിവൈസ് ചെയ്യണം. ഈ സ്പെക്ക് ഒരു ഓൺ ടൈം ആക്ടിവിറ്റിയാണ്, ബട്ട് അതിന് മാക്സിമം ഒരു ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് കോൺഫിഡൻസ് വരുന്നവരെ നമ്മളെല്ലാം ക്ലിയർ ചെയ്ത്, ഇനി ഇതിൻ്റെ ഇടയ്ക്ക് സ്പെക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ക്ലൗഡ് ഈ പറഞ്ഞ മോഡൽസ് നിങ്ങൾക്ക് കുറേ ഗ്യാപ്സ്, അതായത് ഈ പറഞ്ഞ ഡെവലപ്മെൻറ്റ് മാനേജർ ഡിഫൈൻസ് ഈ പറഞ്ഞ സ്റ്റോറീസിൽ മിസ്സായി പോയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്ലാഗ് ചെയ്യും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഫൈനലി ഈ പറഞ്ഞ ഈ സ്പെക്ക് നല്ല വെൽ ഡിഫൈൻഡ് സ്പെക്കാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് വേണമെങ്കിൽ റിപ്പോയിലേക്ക് കമ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജിറായിലോ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യാം. സോ ഈ സ്പെക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡെവലപ്പേഴ്സിന് യൂസ് ചെയ്തിട്ട് അവർക്ക് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രധാന ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ അപ്രോച്ചാണ്. ഒന്ന്, ഡെവലപ്പേഴ്സിന് ഇത് വളരെ ക്ലിയർ ആയിരിക്കും, എന്താ ചെയ്യേണ്ടതെന്നുള്ളത് വളരെ ക്ലിയർ ആയിരിക്കും. സെക്കൻഡ്ലി, എന്തെങ്കിലും ചേഞ്ച് ഫ്യൂച്ചറിൽ വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറീസിൽ, അതായത് ജിറ സ്റ്റോറീസിൽ ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ ക്ലൗഡ് വെച്ചിട്ട് തന്നെ ആ ചേഞ്ച് സെറ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലൗഡിൻ്റെ അടുത്ത് ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ മതി, അതായത് ഇന്ന സ്റ്റോറിയിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്, ഇതിൻ്റെ ഇമ്പാക്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സ്പെക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. സോ ആ സ്പെക്ക് അപ്ഡേറ്റ് ആവും. ഇനി ഓൾറെഡി ഡെവലപ്പേഴ്സ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ആ ഒരു കറക്ഷൻസ്, അതായത് ഈ പറഞ്ഞ റിക്വയർമെൻറ്റ് ചേഞ്ച് ആവുന്ന സമയത്ത്
ഈസി ആയിട്ട് ആ ഒരു ഇംപ്ലിമെൻറ്റേഷനും ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ഒരു സ്പെക് ബേസ്ഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറയുന്നത്. പിന്നെ ഇത് റിവ്യൂ ചെയ്യാൻ നേരത്തും ഇത് വളരെ ഈസിയാണ്. കാരണം ഒരു സ്പെക്ക് ഓൾറെഡി ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാവരും, ആ ടീമിലുള്ള എല്ലാവരും ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഈ സ്പെക്കിൽ നിന്ന് തന്നെ അവെയർ ആയിരിക്കും. അല്ലെങ്കിൽ ഈ സ്പെക്കിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവെയർ ആയിരിക്കും. പക്ഷേ ഈ ഒരു സ്പെക് ബേസ്ഡ് അപ്രോച്ച് എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല, വളരെ കുറവാണ്. ഒരുപാട് പേര് വൈബ് കോഡിങ് അപ്രോച്ചാണ് ചെയ്യുന്നത്. ബട്ട് സ്പെക് ബേസ്ഡ് അപ്രോച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഈ ഒരു ഏജൻറ്റിക് എഐയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഫുൾ യൂസ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഫുൾ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇനി സ്പെക്ക് ഒരു പേരിന് വേണ്ടിയുള്ള സ്പെക്കല്ല. സ്പെക്ക് നല്ലൊരു ഒരു ബെനിഫിറ്റായിട്ടുള്ള ഒരു രീതിയിൽ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്പെക്കായിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഈ ഓൺസ് ഈ സ്പെക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഈ ഒരു അപ്രോച്ച് പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ ഒരു ഡൗട്ട് തോന്നാം. ഈ ഒരു സ്പെക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് എല്ലാവർക്കും കൊടുത്താൽ പോരെ, അത് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത് ആക്കി തന്നെ അത് അങ്ങ് ഡെവലപ്പ് ചെയ്താൽ പോരെ, എന്തിനാണ് ഈ ഡെവലപ്പേഴ്സിന് കൊടുക്കുന്നതെന്നുള്ളൊരു ഇതൊരു കോമൺ ക്വസ്റ്റ്യനാണ്. ഞാൻ ഇവിടെ മിക്കവാറും ഇവിടെ ബാംഗ്ലൂർ പല സ്ഥലത്തും ഈ പറഞ്ഞ ഇവൻറ്റ്സിന് ചിലപ്പോൾ പോകാൻ നേരത്ത് അവിടെ ഇതുപോലത്തെ സ്പെക് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പുതിയതായിട്ട് കേൾക്കുന്നവർ പറയുന്നത് ഈ ഒരു സ്പെക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്തിനാണ് പിന്നെ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത്, ചെയ്യുന്ന ആൾക്ക് തന്നെ ചെയ്താൽ പോരെ എന്നാണ്. ബേസിക്കലി അത് കറക്റ്റാണ്, നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ബട്ട് ഈ പറഞ്ഞ സ്പെക്ക് ഒരു പരിധി വരെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ബട്ട് സ്റ്റിൽ ഒരു വാലിഡേഷൻ ടെസ്റ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡെവലപ്പർ ടെസ്റ്റിംഗ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്റ്റിൽ ഡെവലപ്പേഴ്സിൻ്റെ ഒരു ആവശ്യകത സ്റ്റിൽ റെലവൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ സ്പെക്കിലും എന്തെങ്കിലും കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെവലപ്പേഴ്സ് ഇൻഡിവിജ്വലി അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ തന്നെ ഒരു വിസിബിലിറ്റി അവിടെ കിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെക്കിൽ ഒരു സ്പെക്കിൽ ഒരു ഡേറ്റാബേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമുക്കുള്ളത്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ്, പിന്നെ മൾട്ടിപ്പിൾ മൈക്രോ സർവീസസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസാണ് നമ്മൾ സ്പെക്കിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചോ. ഇതിലൊരു ഡേറ്റാബേസിൻ്റെ ഒരു ചേഞ്ച് മേ ബി മൾട്ടിപ്പിൾ ഡിപ്പെൻഡൻസീസ് അതിന് കാണും. മേ ബി മൾട്ടിപ്പിൾ ഫ്രണ്ട് എൻഡ് ചേഞ്ചസ് ഉണ്ടാവാം, ബാക്ക് എൻഡ് ചേഞ്ചസ് ഉണ്ടാവാം. അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൈക്രോ സർവീസിൻ്റെ ഒരു ചേഞ്ച്, അതിൻ്റെ ഒരു എക്സ്പോസിങ് APIയിൽ വരുന്ന ചേഞ്ച് മറ്റൊരു മൈക്രോ സർവീസിൽ അതിൻ്റെ ഒരു ഇൻ്റർഫേസ് ചേഞ്ചസ് വരേണ്ട ഒരു കേസ് ഉണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്പെക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല എന്തെങ്കിലും ബഗ് ഫിക്സിങ് നടക്കുന്ന സമയത്തും എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്പെക്ക് ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടായിരിക്കണം അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത്. സോ ആ ഒരു കൺട്രോളുകൂടി നമ്മൾ വരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു ബഗ് വരാൻ നേരത്ത് ഈ പറഞ്ഞ സ്പെക്കുമായിട്ട് അത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് എവിടെയാണ് ഇതിൻ്റെ ഒരു വേരിയേഷൻ വന്നിട്ട് ആ സ്പെക്ക് കറക്റ്റ് ചെയ്യുന്ന രീതിയും പിന്നെ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനുമാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഇങ്ങനെ ഈ ഒരു സ്പെക് ബേസ്ഡ് അപ്രോച്ചിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് AWSൻ്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ AISDLC യൂസിങ് AWS Kiro എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് ഒരു ക്ലൗഡ് കോഡ് സ്പെസിഫിക് ഒരു എപ്പിസോഡാണെങ്കിലും സ്പെക് ബേസ്ഡ് പറഞ്ഞപ്പോൾ ഞാൻ മറ്റ് ടൂൾസിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. AWSൻ്റെ Kiro എന്ന് പറഞ്ഞ ഒരു ടൂൾ വെച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റും. ഇനി ക്ലൗഡ് കോഡിലേക്ക് തന്നെ വരാം. ക്ലൗഡ് കോഡിൻ്റെ മറ്റ് കുറച്ച് ഫീച്ചേഴ്സ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ഇനി ക്ലൗഡ് കോഡിൽ നിങ്ങൾ ഇതുപോലത്തെ സ്പെക് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാം. പ്ലാൻസ് ഓപ്പസ് അല്ലെങ്കിൽ സോണറ്റ് മോഡലിൽ വെച്ചിട്ടും ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ സോണറ്റ് അല്ലെങ്കിൽ ഹൈക്കു വെച്ചിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ മീൻസ് ആക്ച്വൽ കോഡ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി റിപ്പീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ടാസ്ക് ഈ പറഞ്ഞ പോലെ ക്ലൗഡ് കോഡ് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോംപ്റ്റ് സേവ് ചെയ്ത് വയ്ക്കാം,
അല്ലാന്നുണ്ടെങ്കിൽ സ്കിൽസ് എന്ന് പറഞ്ഞൊരു അപ്രോച്ചുണ്ട്. ക്ലൗഡ് കോഡിൽ നിങ്ങൾക്ക് സ്കിൽസ് ക്രിയേറ്റ് ചെയ്യാം. സ്കിൽസ് സിമ്പിളായിട്ട് ഒരു ടെംപ്ലേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് റിപ്പീറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മുടെ റിപ്പോയിൽ തന്നെയാണ് നമ്മളത് കമ്മിറ്റ് ചെയ്യുന്നത്. നമുക്ക് സ്ഥിരം ചെയ്യേണ്ടുന്ന കേസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ക്ലൗഡ് കോഡൊക്കെ വെച്ചിട്ട് ഡെവലപ്മെൻറ്റ് ചെയ്യുകയാണ്. സോ ഒരു സ്പ്രിൻറ്റിൽ നമ്മൾ എന്തുമാത്രം കോഡ് ചേഞ്ചസ് ഈ ക്ലൗഡ് വെച്ചിട്ട് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള ഒരു പെർസെൻറ്റേജ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്കിൽസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതല്ലാതെ മേ ബി ഒരു ഇഷ്യൂവിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് മുമ്പ് എപ്പോഴെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യുന്ന ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു സ്കിൽസ് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ റിപ്പീറ്റായിട്ട് നമുക്ക് വേണ്ടുന്ന കേസസൊക്കെ നമുക്ക് സ്കിൽസായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഈ സ്കിൽസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കിൽസ്, ക്ലൗഡ് കോഡിൻ്റെ സ്കിൽസ് നമുക്ക് ഒന്നുകിൽ റിപ്പോയിൽ സ്റ്റോർ ചെയ്യാം, അതാത് റിപ്പോയിൽ സ്റ്റോർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോമൺ റിപ്പോയിലും സ്റ്റോർ ചെയ്യാം. അതാത് റിപ്പോയിൽ സ്റ്റോർ ചെയ്താൽ അതിനൊരു ഉപയോഗമുണ്ട്, അതേസമയം തന്നെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കിൽസ് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. അതാത് റിപ്പോയിൽ തന്നെ കമ്മിറ്റ് ചെയ്താൽ അവർ ചെക്കൗട്ട് ചെയ്യുമ്പോൾ അവൈലബിൾ ആവും. സോ ഒരു എഫിഷ്യൻ്റ് സ്കില്ലല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഈ റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽ കയറി അവിടെ ആപ്ലിക്കബിൾ ആവും. അപ്പോൾ ആരെങ്കിലും ഒരു റോങ് ആയിട്ടുള്ള സ്കില്ലാണ് എഴുതിയിരിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്കില്ലല്ല യൂസ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു റോങ് ഔട്ട്കം യൂസ് ചെയ്യുന്ന ഡെവലപ്പേഴ്സിന് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു സ്കിൽസ് എപ്പോഴും ഒരു കോമൺ വേറെ ഒരു റിപ്പോയിലായിരിക്കും റൈറ്റ് ചെയ്യുന്നത്. കാരണം വേണമെന്നുള്ളവർക്ക് അത് യൂസ് ചെയ്താൽ മതി. ഇനി എഫിഷ്യൻ്റായിട്ട് റിവ്യൂ ചെയ്ത സ്കില്ലാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു ട്രെൻഡ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പർപ്പസിനും വേണ്ടി ഈ സ്കിൽസ് അങ്ങ് ക്രിയേറ്റ് ചെയ്യും. എന്തൊക്കെ ചെയ്യാൻ, സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഉടൻ തന്നെ അങ്ങ് സ്കിൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചെയ്യുന്ന ഒരു അപ്രോച്ചിലേക്ക് ചില ഡെവലപ്പേഴ്സ് അങ്ങ് പോകും. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്ലൗഡ് തന്നെ തരുന്ന സ്കിൽസ് ഉണ്ട്, ബൈ ഡിഫോൾട്ട് തരുന്ന സ്കിൽസ്. അതാണ് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് ബൈ ഡിഫോൾട്ട് ഈ ആന്ത്രോപ്പിക്ക് തന്നെ നേറ്റീവായിട്ട് കൊടുത്തിരിക്കുന്ന സ്കിൽസാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അത് അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്കിൽസ് ആയിരിക്കും. ആ ഒരു സ്കിൽസ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്ററായിട്ട് വർക്കൗട്ട് ആവുന്നത്. നമ്മൾ ചെയ്താൽ ബെറ്റർ, കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്കില്ലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്കം ഡെഫിനറ്റ്ലി ഉണ്ടാവും. ബട്ട് ഒരു പേരിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു സ്കില്ലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്കം ഒരു അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല. അതിനേക്കാളും ബെറ്റർ സിമ്പിൾ പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഔട്ട്കം കിട്ടുന്ന കേസ് തന്നെയാണ്. പിന്നെ വേറെ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ക്ലൗഡ് കോഡിൽ ചെയ്യാൻ പറ്റുന്നത് സ്റ്റിയറിംഗ് ഫയലിന് കിരോയിൽ പറയുന്നതാണ്. ഇതിലൊരു MD ഫയലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ചെയ്ത് ഒരു ബെസ്റ്റ് പ്രാക്ടീസസൊക്കെ തന്നെ ഒരു റിപ്പോയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. സോ ക്ലൗഡ് അത് ഓൾവേസ് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടേതായ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾ ക്ലൗഡിനോട് അത് ഓർമ്മിച്ച് വയ്ക്കാൻ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലോബൽ മെമ്മറിയിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം. അത് സിമ്പിളായിട്ട് ഇൻസ്ട്രക്റ്റ് ചെയ്താൽ മതി, ഹേയ് ക്ലൗഡ് പ്ലീസ് കീപ് ദിസ് ഇൻ ഗ്ലോബൽ മെമ്മറി. സോ അതങ്ങനെ കീപ്പ് ചെയ്യും. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് കോഡ് കമ്മിറ്റ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ഫോർമാറ്റിൽ തന്നെ കമ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്ലൗഡിൻ്റെ അടുത്ത് വേണമെങ്കിൽ പറയാം. അതായത് ഇറ്റ് ഷുഡ് ബി കമ്മിറ്റ് ഇൻ ദിസ് സ്റ്റൈൽ. അതായത് ജിറ ID ഫോളോഡ് ബൈ ഒരു മിനിമൽ ഡിസ്ക്രിപ്ഷൻ. അതൊരു സ്റ്റാൻഡേർഡായിട്ട് കീപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്ലോബൽ മെമ്മറിയിൽ വയ്ക്കാം. അതല്ല ഇനി എല്ലാവർക്കും അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിയറിംഗ് ഫയലായിട്ട് ഈ പറഞ്ഞ റീപ്പോയിൽ തന്നെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഇങ്ങനെ റൈറ്റ് ചെയ്യുന്ന ഫയൽസും മെമ്മറീസും ഒക്കെ പീരിയോഡിക്കലി റിവ്യൂ ചെയ്യണം. കാരണം ഒരുപാട് മെമ്മറീസ് ആയിക്കഴിഞ്ഞാൽ ഒരുപാട് കോണ്ടെക്സ്റ്റ് ഈ പറഞ്ഞ ക്ലൗഡിന് എപ്പോഴും അനാവശ്യമായിട്ട് കോണ്ടെക്സ്റ്റ് വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ചില ഫീച്ചേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്ത് അതൊക്കെ ലൈവിൽ റിലീസായതായിരിക്കും, പക്ഷേ ഈ പറഞ്ഞ ക്ലൗഡിൻ്റെ മെമ്മറിയിലും
കോണ്ടെക്സ്റ്റിലൊക്കെ അത് കിടന്നാൽ ഒരുപാട് ഒരു ബർഡൻ പോലെയാണ്. കൂടുതൽ കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്യാൻ നേരത്ത് അത്രത്തോളം ടോക്കൺസും തീർന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ വലിയ മോഡൽസ്, ഫോർ എക്സാമ്പിൾ സോണറ്റ് പോലെയുള്ള ഒരുപാട് കോണ്ടെക്സ്റ്റുള്ള മോഡൽസ്, കോണ്ടെക്സ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന മോഡൽസിൽ നമ്മൾ റിപ്പീറ്റായിട്ട് ഈ പ്രോംപ്റ്റിങ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു പരിധി നമുക്ക് കുറേ നേരം അതിൽ റിപ്പീറ്റായിട്ട് പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് പോകാം. പക്ഷേ ഈ ക്ലൗഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കംപ്ലീറ്റിങ് തരും. അങ്ങനെ കോണ്ടെക്സ്റ്റ് വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, ഈ പറഞ്ഞ ഈ കണ്ടൻ്റ് എടുത്ത് ക്ലൗഡിലേക്കും പിന്നെ തിരിച്ച് നിങ്ങളുടെ സിസ്റ്റത്തിലേക്കും ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇതെല്ലാം ടോക്കൺ കൺസംഷൻ നടത്തിക്കൊണ്ടിരിക്കുക. സോ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്ത ആ ഒരു ഔട്ട്കം അതൊരു MD ഫയലോ അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിട്ടോ ഒക്കെ റൈറ്റ് ചെയ്തിട്ട് ആ പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റ് അങ്ങ് ഫ്രീ ആക്കുക, കോമ്പാക്റ്റ് ചെയ്യുക. കോമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടോക്കൺസ് സേവ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ കുറേ തവണ ഇൻട്രാക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ആ ഒരു കോണ്ടെക്സ്റ്റ് അങ്ങ് ഫ്രീ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് ടോക്കൺസ് സേവ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഒപ്പം തന്നെ അങ്ങനെ ഒരുപാട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടോക്കൺസ് അങ്ങനെ ഫ്രീ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഫ്രീ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഈ ഒരു CLI ടൂളും അവൈലബിൾ ആണ്. നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എക്സ്റ്റൻഷൻ വഴിയായാലും അല്ലെങ്കിൽ ക്ലൗഡ് കോഡിൻ്റെ ഗ്രാഫിക്കൽ UI ടൂൾ വഴിയായാലും ഒക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി ഇതെല്ലാം അണ്ടർലൈങ് ഒരു CLI ടൂൾ വഴിയാണ് ഈ പറഞ്ഞ ക്ലൗഡിലേക്ക് പോകുന്നത്. സോ സ്റ്റാൻഡ് അലോൺ ഒരു CLI ടൂളും അവൈലബിൾ ആണ്. അതുവഴി നിങ്ങൾക്ക് ക്ലൗഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വൺസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കോഡ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഡിപ്ലോയ്മെൻറ്റ് പൈപ്പ് ലൈനിലും ഈ പറഞ്ഞ ക്ലൗഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ബെസ്റ്റ് പ്രാക്ടീസാണ്. കാരണം ക്ലൗഡ് വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു റിവ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ ഒരു 2 ഫേസ് ആയിട്ടുള്ള ഒരു റിവ്യൂ ഒരു ഓപ്പസ് മോഡൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പോലെ പൈപ്പ് ലൈനിൽ. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൺസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു മെർജ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലൗഡ് ഒരു റിവ്യൂ ചെയ്തിട്ട് ആ റിവ്യൂവിന് അനുസരിച്ചുള്ള ആക്ഷൻസ് മേ ബി അത് ഈ പൈപ്പ് ലൈനിൽ ഡിസ്പ്ലേ ചെയ്യുകയോ അല്ലെങ്കിൽ മേ ബി ഒരു ഇമെയിലായിട്ട് സെൻഡ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ഉള്ള അപ്രോച്ചസ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഈ ഒരു പോഡ്കാസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. സോ താങ്ക് യു. കുറച്ച് നീണ്ടുപോയി, ബട്ട് ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. സോ താങ്ക് യു.